ലോകത്തിൽ ഖ്യാതി വേണം, പേരുള്ളവനാവണം, പ്രസിദ്ധിയുള്ളവനാവണം, എനിക്ക് സന്താനം വേണം എൻ്റെ പിന്തുടർച്ചയ്ക്ക് വേണ്ടി, അതുമാതിരി കാര്യങ്ങൾ കൊണ്ടു നടത്താൻ ധനവും വേണം. ഈ വിചാരം എല്ലാവർക്കും സ്വാഭാവികമാണ്. അപ്പോൾ പുത്രനുണ്ടാവണം എന്ന് തോന്നി, ഉണ്ടാവുന്നുമില്ല, ഭാര്യ ഗർഭം ധരിക്കുന്നില്ല. അപ്പോൾ എന്തായി? വരുണനെക്കുറിച്ച് തപസ് ചെയ്തു. വരുണൻ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അനുഗ്രഹിച്ചു. ഒരു സന്താനം ഞാൻ അനുവദിക്കാം, അരുളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഉണ്ടായ സന്താനത്തെ എനിക്ക് യജ്ഞപശുവായി നിർത്തി യജ്ഞം നടത്തി ആ യജ്ഞത്തിൽ എനിക്ക് സമർപ്പിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഗൃഹസ്ഥന്മാരുടെ ചരിത്ര പറയുന്നത്. നിങ്ങളൊക്കെ ഗൃഹസ്ഥന്മാരാ. മിക്കവാറും എല്ലാവർക്കും കുട്ടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ട്. ഇനി എങ്ങാനും ഇല്ല എന്ന് വന്നാൽ ഗൃഹസ്ഥജന്മം പൂർണ്ണമാവില്ല എന്നാണ് എല്ലാവരുടെ വിചാരവും. അപ്പോൾ ഈ ഗൃഹസ്ഥന്മാരൊക്കെ അവസാനം സന്യസിക്കാൻ പോകുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ഗൃഹസ്ഥന്മാരൊക്കെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം എന്ന് 2 ആശ്രമം. ഇനി മൂന്നാമത്തതോ വാനപ്രസ്ഥം, നാലാമത്തതോ സന്യാസം. ഇത് 4ഉം ഒരുപോലെ ഉൾക്കൊള്ളേണ്ടവരാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ സന്താനങ്ങൾ ഉണ്ടായാലും ഒരു കാലത്ത് ആ സന്താനങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് സന്യസിക്കേണ്ടി വരുമല്ലോ, ഉപേക്ഷിച്ചില്ലെങ്കിലും അകന്നു നിന്ന്. അപ്പോൾ ഒരു കുട്ടി ഉണ്ടായില്ല എന്ന് വെച്ചാൽ അത് സന്യാസ ബുദ്ധിയോടുകൂടി സ്വീകരിക്കണമോ, അതോ എങ്ങനെയായാലും ഇനി കുട്ടി ഉണ്ടാവണം എന്ന് പറഞ്ഞ് കൃത്രിമമായിരിക്കുന്ന ബീജം അതിനു വേണ്ടിയും കൂടി പരിശ്രമിക്കണോ? നിങ്ങൾ തന്നെ ആലോചിച്ച് പറയൂ. ആലോചിച്ച് എന്നോട് പറയണ്ട, നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി. ഇനി എപ്പോഴെങ്കിലും എന്നോട് പറയണമെങ്കിൽ പറയുകയും ചെയ്യാം. ഹരിശ്ചന്ദ്രന് ഈ സന്താനം വേണം എന്നുള്ള ആഗ്രഹം വിട്ടുകളയാൻ സാധിച്ചില്ല. മനുഷ്യനിൽ കാമം വളരെ ശക്തിയുള്ളതാണ്, അതിനെ തടുത്തു നിർത്താൻ പറ്റില്ല. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുകയാണ്, എന്ത്? മഹാശനോ മഹാപാപ്മ വിദ്യേനമിഹ വൈരിണം. ഈ ആഗ്രഹം, അത്യാർത്ഥി എന്ന് പറയുന്നത് വലിയ മഹാശന്ന, അഗ്നിയെപ്പോലെ എത്ര കൊടുത്താലും അതിന് മതി എന്ന് വരില്ല, ആഗ്രഹം നിറവേറില്ല. മഹാപാപ്മ, അത് പാപം വരെ ചെയ്യിപ്പിക്കും. വിദ്യേനമിഹ വൈരിണം, മനുഷ്യജീവിതത്തിൽ ശരീരത്തിൻ്റെ ഉള്ളിൽ, മനസ്സിൽ ഇതൊരു നിത്യവൈരിയായിരിക്കുന്നതാണ് ആഗ്രഹം, അത്യാർത്ഥി എന്ന്. എന്തിനു പറയുന്നു? നമ്മുടെ ഹരിശ്ചന്ദ്രന് ഒരു കുട്ടി ഉണ്ടായേ തീരുള്ളൂ. അപ്പോൾ വരുണൻ എന്തു പറഞ്ഞു? യജ്ഞപശുവായി നിർത്തി എനിക്ക് തരണം, ഹിംസിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അത് എങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറയാൻ തോന്നിയില്ല. ആർക്ക്? ഹരിശ്ചന്ദ്രന്. സമ്മതിച്ചു. കുട്ടി ഉണ്ടായി, രോഹിതൻ ഉണ്ടായി. കുറച്ച് ദിവസം കഴിഞ്ഞു, പുലയൊക്കെ പോയി, ഒരു വയസ്സാവുമ്പോഴേക്കും വരുണൻ പ്രത്യക്ഷപ്പെട്ടു. അതേ, കുട്ടി വേണമെന്ന് പറഞ്ഞുവല്ലോ, ഞാൻ അനുഗ്രഹിച്ച് തന്നുവല്ലോ, എനിക്ക് ആ കുട്ടിയെ ഇനി യാഗം നടത്തി തരണ്ടേ? അപ്പോൾ ഒരു ഒഴികഴിവ് എന്നുള്ള നിലയ്ക്ക് ഹരിശ്ചന്ദ്രൻ പറഞ്ഞു, അതേ ചെറിയ കുട്ടിയാണ്, അതൊരു പൂർണ്ണ വളർച്ചയായിട്ടില്ല, പല്ലു മുളയ്ക്കട്ടെ എന്നായി. അപ്പോൾ പല്ലു മുളയ്ക്കാൻ കാത്തിരുന്നു വരുണൻ. പല്ലു മുളച്ച് കഴിഞ്ഞപ്പോൾ വരുണൻ പിന്നെയും വന്നു. ഞാൻ അന്ന് പറഞ്ഞത് എന്തായി? പല്ലു മുളച്ചില്ലേ? ആ മുളച്ചു. അയ്യോ, ഇത് മിൽക്ക് ടീത്താണ്, പാൽപ്പല്ലാണ്. ഇത് അപ്പോൾ ഒരു കുട്ടിക്ക് പൂർണ്ണ വളർച്ചയായി എന്ന് പറയില്ല, ഈ പല്ല് വീണ് മുളയ്ക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ് മുളച്ചു. വീണ് മുളച്ച് കഴിഞ്ഞ് വന്ന് എന്താ, അപ്പോഴേക്കും വയസ്സ് കൂടിപ്പോയി, കുറച്ചും കൂടിയും കൂടി. എന്താ, ആ കുട്ടിയെ തരണില്ലേ? അയ്യോ, പല്ല് വീണ് മുളച്ചിട്ടേ ഉള്ളൂ, കുറച്ചും കൂടിയും പ്രായമാവട്ടെ എന്നിട്ട് തരാമെന്നായി. ഇങ്ങനെ വരുണൻ വിടൂല്ല, ഹരിശ്ചന്ദ്രൻ കൊടുക്കൂല. അങ്ങനെയായി, ഒരു പ്രതിസന്ധി പോലെയായി. ഇതിൻ്റെ ഇടയിൽ ആ കുട്ടിക്ക് ഈ കാര്യം മനസ്സിലായി. അച്ഛൻ എന്നെ യജ്ഞപശുവായി നിർത്തി കൊടുക്കാൻ പോവാണ്, വരുണൻ നിർബന്ധിച്ച് പിന്നാലെയും കൂടിയിട്ടുണ്ട് എന്ന്. ഇതറിഞ്ഞപ്പോൾ കുട്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് കിടന്ന് കാട്ടിൽ പോയി തപസ് ചെയ്യാൻ പുറപ്പെട്ടു. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുണൻ ചോദിച്ചത് തന്നില്ലല്ലോ, പ്രതിജ്ഞ ലംഘിച്ചുവല്ലോ. അപ്പം അങ്ങനെ ലംഘിച്ചാൽ അവർ വെറുതെ വിടാൻ പാടുണ്ടോ എന്ന് പറഞ്ഞ് മഹോദരം എന്ന് പറഞ്ഞൊരു രോഗം ഈ ഹരിശ്ചന്ദ്രന് കൊടുത്തു, ഒരു ശാപരൂപത്തിൽ. അച്ഛന് മഹോദരം പിടിപെട്ട് വട്ടം തിരിയാണ് എന്ന് കേട്ടപ്പോൾ എത്രയായാലും പുത്രപാശം ഉണ്ടാവുമല്ലോ. ഈ പുത്രപാശം എന്ന് പറഞ്ഞാൽ 2 തരാണ്. പുത്രൻ്റെ പേരിൽ അച്ഛനുള്ള പാശം അച്ഛനമ്മമാർക്ക്, അതേമാതിരി പുത്രന് അച്ഛനോട് തോന്നുന്ന പിതൃപാശവുമാകാം. അങ്ങനെ പുത്രൻ്റെ ഉള്ളിലുള്ള ഒരു പാശം കൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു? അയ്യോ, ഇത് ശരിയാവില്ല, ഞാൻ എന്തായാലും അച്ഛൻ്റെ അടുക്കലേക്ക് പോവുക. അച്ഛന് മകനായി ജനിച്ചത് കൊണ്ടല്ലേ ഞാൻ വാഴുന്നത്, അപ്പോൾ അച്ഛനോട് കൂറില്ലായ്മ ശരിയല്ല എന്ന് പറഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പുറപ്പെട്ടപ്പോഴോ വരുണൻ മാത്രമല്ല ഈ ദേവന്മാരായിട്ടുള്ളൂ, ഇന്ദ്രൻ എന്നൊരാളുണ്ട് അവിടെ. ആ ഇന്ദ്രൻ ഓടി വന്ന് എന്ത് ചെയ്തു? തടുത്തു. വീട്ടിലേക്ക് പോകരുത്, നീ ഒരു തീർത്ഥാടനത്തിന് പോ എന്ന് പറഞ്ഞയച്ചു.
ഒരു തീർത്ഥാടനം കഴിച്ച് മടങ്ങി വരുന്ന സമയത്ത് എന്തായി? ഇന്ദ്രൻ പിന്നെയും പ്രത്യക്ഷപ്പെട്ട് തീർത്ഥാടനത്തിൽ രണ്ടാമതും പറഞ്ഞയച്ചു, മൂന്നാമതും പറഞ്ഞയച്ചു. അങ്ങനെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ വഷളാവണു എന്ന് കണ്ടപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു? അജീകർത്തൻ എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് ഒന്നിലധികം കുട്ടികളുണ്ട്. ആ മൂത്ത കുട്ടിയെ ഒഴിവാക്കി മധ്യത്തിലുള്ള കുട്ടി, ആ കുട്ടിക്ക് ശുനശേഫൻ എന്നും പറയും, ശേഫൻ എന്നും പറയും. ശുനശേഫൻ എന്നൊരു ആൺകുട്ടിയുണ്ട്. ആ കുട്ടിയെ പണം കൊടുത്ത് വിലയ്ക്ക് മേടിച്ച് അച്ഛൻ്റെ അടുത്ത് കൊണ്ടെത്തിച്ചു. ഇതാ, എനിക്ക് പകരം ഈ കുട്ടിയെ യജ്ഞപശുവായി നിർത്തി ഹിംസിച്ച് യാഗം നടത്തി വരുണനെ തൃപ്തിപ്പെടുത്തിക്കൊള്ളൂ എന്ന്. അച്ഛന് ഒരു നിലയ്ക്ക് സമാധാനമായി. ആർക്ക്? ഹരിശ്ചന്ദ്രൻ. ഞാനിതൊന്ന് നിർത്തട്ടെ, എന്നിട്ട് നിങ്ങളെ കൊണ്ടൊന്ന് ആലോചിപ്പിക്കണം. ഞാൻ ഈ കഥ പറയുന്നത് എന്തിനാ? ഇത് കഥയല്ല, മനുഷ്യ മനസ്സിൻ്റെ ചരിത്രമാണ്. സ്വഭാവവിശേഷവും സ്വഭാവചരിത്രവുമാണ്. ഏതോ ഒരു ഹരിശ്ചന്ദ്രൻ എപ്പോഴോ ഒരിക്കൽ നടന്ന കാര്യം ദാ ഇപ്പോൾ ഭൂമാനന്ദ സ്വാമി ഞങ്ങളുടെ അടുത്ത് സമയം പോക്കാനായി പറയുന്നു എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കരുത്. എൻ്റെ ഉദ്ദേശം എന്താ? ഈ മുക്തിസുധാകരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രേക്ഷകന്മാരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള കെട്ടുപൂട്ടുകളും വല്ലായ്മകളും എല്ലാം പോയി അവർക്ക് പൂർണ്ണ ചന്ദ്രനെ പോലെ അറിവും സന്തോഷവും സൗഭാഗ്യവും ഉദിക്കണം എന്നുള്ളതാണ് ഉദ്ദേശം. അതിൽ കുറഞ്ഞതൊന്നും ഭൂമാനന്ദ സ്വാമിജിയുടെ മനസ്സിലില്ല, ഈ ഏഷ്യാനെറ്റ് പ്രോഗ്രാമിലും ഇല്ല. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. നിങ്ങൾക്കിത് കേട്ട് സന്തോഷമുണ്ടാവുന്നില്ല, സൗഭാഗ്യം തോന്നുന്നില്ല, നിങ്ങളുടെ മനസ്സിലുള്ള നൂലാമാലകളും ഇടുക്കങ്ങളും പോയി വികാസം വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ മുക്തിസുധാകരൻ പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കാൻ ഞാൻ ഒരുക്കല്ല. അതുകൊണ്ട് മനസ്സിലാവണം, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ പുത്രൈഷണ എന്ന് പറയുന്ന ഏഷണ എത്രത്തോളം ഉത്കടമായി പ്രവർത്തിക്കാം, ആ പ്രവൃത്തിയുടെ ഫലം എതുവരെ ആകാം. എനിക്കൊരു മകൻ വേണം എന്നുള്ളത് സമ്മതിച്ചു. ആ മകൻ ജനിച്ച ഉടനെ അഗ്നിയിൽ ഹോമിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ എന്നിട്ടും മനുഷ്യ മനസ്സ് പറയുകയാണ് അങ്ങനെ ആയാലും എനിക്കൊരു കുട്ടി വേണമെന്ന്. എന്നിട്ട് ആ കുട്ടിയെ പറഞ്ഞ മാതിരി കൊടുക്കാൻ പറ്റാതെ മനുഷ്യ മനസ്സൊരു പ്രതിസന്ധിയിൽ വന്നിരിക്കുകയാണ്. ആ പ്രതിസന്ധിയിൽ ഇവിടെ എന്തൊക്കെ കണ്ടു നിങ്ങൾ? മകൻ തന്നെ അത് ശരിയല്ല എന്ന് പറഞ്ഞ് പോയി തപസ് ചെയ്തു. അച്ഛന് ശിക്ഷ കിട്ടി, മഹോദരം. ആ മഹോദരം വന്നുല്ലോ, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് മകൻ മടങ്ങി വരാൻ പുറപ്പെട്ടപ്പോൾ ഇന്ദ്രൻ തടുത്തു നിർത്തി പലതവണ തീർത്ഥയാത്രയ്ക്ക് അയച്ചു. കാര്യങ്ങൾ പ്രതിസന്ധി തീരുന്നില്ല. അവസാനം എന്തുണ്ടായി? ഈ മകൻ തന്നെപ്പോലെയുള്ള ഒരു മകനെ വേറെ ഒരു ബ്രാഹ്മണന് പൈസ കൊടുത്ത് ധനം കൊടുത്ത് ആ മകനെ വിലയ്ക്ക് മേടിച്ച് അച്ഛൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുത്തി പറയുകയാണ്, എനിക്ക് പകരം ഈ കുട്ടിയെ ദാ യാഗത്തിന് വേണ്ടി വധിച്ചുകൊള്ളൂ എന്ന്. കേൾക്കണുണ്ടോ നിങ്ങൾ? ഒരു മനുഷ്യ മനസ്സ് എത്രത്തോളം ഒരു വ്യക്തിയെ കൊടുമ്പിരി കൊള്ളിക്കാം എന്നുള്ളതാണ് ഇവിടെ ചിന്താവിഷയം. അതേമാതിരി ഒരു മനസ്സാണ് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രാമായണത്തിലുമുണ്ട് ഇതുപോലെ പല രംഗങ്ങളും, മഹാഭാരതത്തിൽ ധാരാളമുണ്ട് ജനങ്ങളെ ഉദ്ബുദ്ധരാക്കാൻ വേണ്ടി. ഇതിഹാസങ്ങളുടെ ഉദ്ദേശം പൂർവ്വചരിത്രങ്ങളെയും സംഭവങ്ങളെയും വിവരിച്ച് വർത്തമാന മനസ്സിനെ നയിക്കാൻ, വേണ്ടതുപോലെ നയിക്കാനും നല്ല ഒരു ഭാവി കെട്ടിപ്പടുക്കാനും വേണ്ടിയാണ്. ഇത് നല്ല പോലെ മനസ്സിലാക്കൂ. എന്തിനു പറയുന്നു? അവസാനം ഈ കുട്ടിയെ നിർത്തി യാഗം നടത്താൻ പുറപ്പെട്ടു. അവിടെ ആരൊക്കെയുണ്ട്? വസിഷ്ഠ മഹർഷി, മഹർഷിമാരിൽ വെച്ച് അഗ്രഗണ്യൻ. വിശ്വാമിത്രനുണ്ട്, ജമദഗ്നി മഹർഷിയുണ്ട്, ബാക്കി പലരും ഉണ്ട്. അവിടെ യാഗം നടത്തി അവിടെ വെട്ടിമുറിച്ച് ഹോമിക്കണം എന്നുള്ള നില വന്നപ്പോൾ ഈ കുട്ടി കരയാൻ തുടങ്ങി. ആര്? ശുനശേഫൻ. ആർക്കാണ് തന്നെ ഹിംസിക്കുന്നത് ഇഷ്ടാവുക? സാധാരണ പശുക്കളെയോ മറ്റു മൃഗങ്ങളെയോ ഹിംസിക്കുന്ന സമയത്ത് അവർക്ക് പറയാൻ വാക്കില്ല. എന്താ ചെയ്യുക? വായും മൂക്കും പൊത്തിപ്പിടിച്ചിട്ടാണ് ഹിംസ നടത്തുക, വെട്ടിമുറിക്കില്ല. അങ്ങനെയാണ് സാധാരണ പതിവ്. ആ മൃഗങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല, സംസാരിക്കാനുള്ള അവസരവും നമ്മൾ കൊടുക്കണില്ല, വായും മൂക്കും പിടിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഒരു മൃഗം തൻ്റെ വിധിയെപ്പറ്റി പറയില്ല, തനിക്ക് സമ്മതമില്ല എന്ന്. ഇവിടെ ദാ ഒരു മനുഷ്യ ശിശു എല്ലാ ഹിംസകൾക്കും വേണ്ടി ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്, അയ്യോ ഞാൻ മരിക്കില്ല, എന്നെ കൊല്ലരുതേ കൊല്ലരുതേ എന്ന് പറഞ്ഞ് കരച്ചിലായി. കരച്ചിൽ വന്നപ്പോഴോ എല്ലാവരുടെ മനസ്സും ഉരുകിയതിന് ശേഷം വിശ്വാമിത്ര മഹർഷി ഒരു മന്ത്രം ഉപദേശിച്ചു, വരുണമന്ത്രം. ആ വരുണമന്ത്രം, ആ സന്ദർഭവും നോക്കണം. പരീക്ഷിത്ത് 7 ദിവസം പ്രായോപവേശം അനുഷ്ഠിച്ചിരിക്കുമ്പോഴാണ് ശുകമുനി ഈ ശ്രീമദ് ഭാഗവത ചരിത്രം പറയുന്നത്, തത്വകഥനം. അപ്പോൾ 7-ാം ദിവസം തക്ഷകൻ വന്ന് കടിക്കാൻ പോവാണ്, മരണത്തിൻ്റെ വായിലാണ്.
ആ സമയത്ത് കേൾക്കുമ്പോൾ 1-ന് 10 ഇതിന് ഫലമുണ്ടായി. അങ്ങനെയാണല്ലോ പരീക്ഷിത്ത് മുക്തനായത്. പാമ്പ് കടിക്കുന്നതിന് മുൻപ്, തക്ഷകൻ ദംശിക്കുന്നതിന് മുൻപ് തന്നെ മുക്തനായല്ലോ. അപ്പോൾ ഈ കുട്ടി ആ മന്ത്രം വളരെ തപസ്സോടുകൂടി മനസ്സ് ചുട്ട് ജപിച്ചു. വരുണൻ സ്വയം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞതെന്താ? ഹിംസിക്കണ്ട, ഞാൻ സന്തുഷ്ടനായി എന്ന്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ? ശ്രീമദ് ഭാഗവതം ഉറച്ചുപദേശിക്കുകയാണ്, വിധിക്കുകയാണ്, നിർണയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വേദങ്ങളുടെ പേരും പറഞ്ഞ്, കർമ്മവിധികളുടെ പേരും പറഞ്ഞ് ജന്തുഹിംസയ്ക്ക് വേണ്ടി ഒരാളും പുറപ്പെടരുത്. ഒരിക്കലും ഇത് ശരിയല്ല, ശരിയല്ല, ശരിയല്ല എന്ന് നല്ല പോലെ മനസ്സിലാക്കണം. പ്രാചീന ബർഹിസിൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം ധാരാളം യജ്ഞം നടത്തി, പശുക്കളെയൊക്കെ വീർപ്പ് മുട്ടിച്ചു കൊന്നു. ആ പശുക്കളുടെ കൊമ്പ് ഒരു ഭാഗത്ത്, ബാക്കിയുള്ളതൊക്കെ ദ്രവിച്ചു പോയി. അദ്ദേഹം വിരിച്ചിട്ടുള്ള ദർഭപുല്ല് കിഴക്കോട്ട് നോക്കി ഒരു ജില്ല മുഴുവനും, ഒരു സംസ്ഥാനം മുഴുവനും പരന്നു കഴിഞ്ഞു. യാഗം നിർത്തുന്നില്ല. ഈ മനുഷ്യൻ ഇത്രയധികം പശുക്കളെ കൊന്നിങ്ങനെ യാഗം നടത്തുന്നുണ്ടല്ലോ, ബുദ്ധി ഉണ്ടാക്കേണ്ട വിശേഷ ബുദ്ധി എന്ന് പറഞ്ഞ് നാരദൻ വന്ന് ഉപദേശം തുടങ്ങിയിട്ട് പറയുകയാണ്, നോക്കൂ, അങ്ങ് യാഗം എത്ര നടത്തി? ദർഭപുല്ലാണ് ഇവിടെ കിടക്കുന്നത്. ഓരോ ദർഭക്കൂട്ടവും സൂചിപ്പിക്കുന്നത് അതാത് യാഗമാണ്. കൊമ്പ് ഇവിടെയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കൈയുണ്ട്, മൃഗങ്ങളെ കൊല്ലാൻ പറ്റും. നിങ്ങളുടെ ശരീരം വീണിട്ട് പോകുന്ന യാത്രയുണ്ടല്ലോ, ഈ യാഗമൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവാം. ആ പോകുന്ന പോക്കിൽ ഈ മൃഗങ്ങളൊക്കെ മൂർത്ത കൊമ്പ് കൊണ്ട് നിങ്ങളെ തുളച്ച് കയറ്റും എന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് വിവേകം വന്നത്, യാഗം നിർത്തിയത്. ഞാനിത് എന്തിനാണ് ഈ 2 സംഭവം പറഞ്ഞത്? ശ്രീമദ് ഭാഗവതം വളരെ വ്യക്തമാക്കി പറയുന്നു, വേദങ്ങളിലും ബാക്കി എന്തെല്ലാം ശാസ്ത്രങ്ങളിലും വിധിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഹിംസ എന്നൊരെനം ഒരിക്കലും പാടില്ല എന്ന്. പരമാവധി മൃഗങ്ങളെ സ്പർശിച്ചോളൂ. ഒരു പശുവിനെ കൊണ്ടുവരുന്നത് പവിത്രമാണ്. അതെങ്ങാനും മൂത്രമൊഴിച്ചു, ചാണിട്ടു എന്ന് വെച്ചാൽ അതും യാഗത്തിന് പവിത്രമായിട്ടാണ് നാം കണക്കാക്കുന്നത്. ആ പശുവിനെ അവിടെ കൊണ്ടുവന്ന് ഒരു പവിത്രീകരണത്തിന് വേണ്ടി കൊണ്ടുവന്നാൽ ഒരു തെറ്റുമില്ല. അതിനെ സ്പർശിച്ച് വിട്ടേക്കൂ, കൊല്ലരുത് എന്ന്. ഇനി മൃഗങ്ങളെ എന്ത് കാരണത്താലും ചോരയൊലിപ്പിക്കുക എന്നൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. മാംസം കഴിക്കണമെങ്കിൽ മൃഗത്തിനെ കൊല്ലണം. കൊല്ലാതെ മൃഗത്തിൽ നിന്ന് മാംസമെടുക്കാൻ വല്ല സംവിധാനവും പ്രകൃതി ചെയ്തിട്ടുണ്ടോ? പാല് പോലെയല്ലല്ലോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കൊന്നതിന് ശേഷം ജഡവസ്തുവിന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് തീരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ജന്തുഹിംസ ഒരിക്കലും പാടില്ല. ഇത് കേൾക്കുന്നവരിൽ നിങ്ങൾ പലരും സസ്യഭുക്കുകളോ മാംസഭുക്കുകളോ ആകാം. എന്തായാലും ഞാൻ ഇന്നത് വേണം ഇന്നത് വേണ്ട എന്ന് പറയുന്നില്ല. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർമ്മിക്കണം, ഭൂമണ്ഡലത്തിലുള്ള ഒരു ജന്തുവിനെയും കൊല്ലാനായിട്ടുള്ളൊരു അവകാശം നമുക്കില്ല. പടപൊരുതുന്ന സമയത്ത് ഭഗവത്ഗീതയിൽ ഉണ്ടായതുമാതിരി പരസ്പരം കൊല്ലാൻ തയ്യാറായി വന്നിട്ടുള്ള മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. യുദ്ധക്കൊതി ഉള്ളതാണ്, യുദ്ധസാധ്യതയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് നടന്നോട്ടെ. അതല്ലാതെ ഒരു ജന്തുവിനെയും കൊല്ലേ, അത് തിന്നാൻ വേണ്ടിയിട്ടോ വേറെ എന്തിനു വേണ്ടിയിട്ടായാലും പാടില്ല. തോലിനോ മറ്റെന്തിനോ. മനുഷ്യൻ്റെ ദുഷ്ടത ഈ കാര്യത്തിൽ എത്ര വേണമെങ്കിലും അങ്ങോട്ട് പോകാം. ഈ ഫാർ ഈസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ മനുഷ്യൻ്റെ ഈ അവിഹിതമായിരിക്കുന്ന മറ്റ് ജന്തുവിൻ്റെ മാംസം കഴിക്കണം എന്നുള്ള തോന്നൽ എവിടം വരെ എത്തിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഡൈനിങ് ഹാളിൽ പോയി ഊണ് കഴിക്കാണ്ടിരിക്കും. ആ മേശയിൽ വട്ടത്തിൽ ഓരോ തുളയുണ്ട്. ആ തുളയിലുള്ള മൂടി അങ്ങോട്ട് തുറന്നാൽ ചോട്ടിൽ കുരങ്ങനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുക. അത് ചിലപ്പോൾ കരിങ്കുരങ്ങായിരിക്കും. അതിനെ കെട്ടിയിട്ടിട്ട് അതിൻ്റെ തലയുണ്ടല്ലോ അത് തുറന്ന് അവിടെ വച്ചിരിക്കുക. ഇവർ സ്പൂൺ കൊണ്ട് അതിൻ്റെ മാംസം തോണ്ടി ജീവിച്ചിരിക്കുന്ന കുരങ്ങൻ്റെ തിന്നുന്നാണ് പറയുന്നത്, ഭക്ഷിക്കുന്നു. അതുവരെ ദുഷ്ടത എത്തിക്കഴിഞ്ഞു. നിങ്ങളിതൊക്കെ കേട്ടിട്ട് എന്താ ആലോചിക്കുന്നത്? രംഗം ശ്രീമദ് ഭാഗവതം, നിമിചക്രവർത്തിയുടെ യാഗം. അവിടെ 9 യോഗീശ്വരന്മാർ വന്ന് 8ാമത്തെ യോഗി ചമസൻ യോഗീശ്വരൻ പറയുന്നതാണ് രംഗം. ചക്രവർത്തിയാണ് കേൾക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ഭൂമാനന്ദ സ്വാമിജി ലക്ഷോപലക്ഷം പ്രേക്ഷകർക്ക് ലോകത്തിൽ നാനാഭാഗത്തും പരന്നു കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അതേ ഭാഗവതം ശുഗമുനി പറഞ്ഞതുപോലെ പറയുന്നത് എന്ന് നിങ്ങൾ ഓർമ്മ വയ്ക്കണം. എൻ്റെ ഒരു ഉദ്ദേശം, നിങ്ങളൊക്കെ പരീക്ഷിത്തിനെ പോലെ 7ാം ദിവസം അപകടത്തിലുള്ളവരല്ല, വേണ്ടതുപോലെ ജീവിക്കുന്നവരാ. ദീർഘകാലം ജീവിക്കൂ, പക്ഷേ സൗഭാഗ്യം അനുഭവിച്ച് ജീവിക്കൂ, സുഖം നിറഞ്ഞു ജീവിക്കൂ, പരോപദ്രവം വെടിഞ്ഞു ജീവിക്കൂ, പരോപകാരം നിറഞ്ഞു ജീവിക്കൂ, ഈശ്വരഭക്തിയുടെ ഭണ്ഡാരങ്ങളായി ജീവിക്കൂ, എല്ലാവർക്കും വിതരണം ചെയ്യൂ നിങ്ങളുടെ ഉള്ളിലുള്ള സൗഭാഗ്യം. എല്ലാവരോടും പറയൂ ശ്രീമദ് ഭാഗവതം വായിക്കാൻ.
അവരവരും വായിക്കൂ. അതാണ് നമുക്ക് ആവശ്യം. ഇതിപ്പോൾ ഇത്രയായല്ലോ. ഇനിയുള്ളത് എന്താ? ഏവം വ്യവായ പ്രജയാനരത്യ. അപ്പം മദ്യത്തോട് നമുക്കുള്ള സമീപനം എന്തായിരിക്കണം എന്ന് പറഞ്ഞു. ഹിംസയോട് നമുക്കുള്ള സമീപനം, ഗൃഹസ്ഥന്മാർക്കുള്ള സമീപനം എന്തായിരിക്കണം എന്ന് പറഞ്ഞു. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? വ്യവായം. ദമ്പതികൾക്ക് മധ്യത്തിൽ നടക്കുന്ന സ്നേഹസാമീപ്യ പ്രവൃത്തി, അതാണല്ലോ ഈ വ്യവായം എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ശ്രീമദ് ഭാഗവതം ചമസമഹർഷി യോഗീശ്വരൻ പറയുകയാണ്, പ്രജയാ ന രത്യാന്ന്. പ്രജകൾക്ക് വേണ്ടിയിട്ടാണെന്ന്. നമ്മളൊക്കെ ജനിച്ചിരിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ്. ഗർഭപാത്രത്തിൽ എങ്ങനെയായി? ഗർഭമായി പ്രവേശിച്ചു. ഈ ഗർഭം എങ്ങനെ പ്രവേശിച്ചു? യോനി മുഖത്തിലൂടെ പുരുഷബീജം അകത്തേക്ക് പ്രവേശിച്ച് ഫലോപ്പിയൻ ട്യൂബിൽ സ്ത്രീ ശരീരത്തിൽ നിന്ന് വിസർജിക്കപ്പെടുന്ന അണ്ഡവുമായി കൂട്ടിമുട്ടി ഗർഭം ധരിച്ച് അത് പതുക്കെ ഗർഭപാത്രത്തിൽ വന്ന് വീണ് അവിടെ പോഷകങ്ങളേറ്റ് 8-9 മാസം വളർന്നതിന് ശേഷമാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഗർഭസ്ഥ ശിശുക്കളാണ്. അതിന് യാതൊരു തെറ്റുമില്ല. അപ്പോൾ ഗർഭാധാന പ്രക്രിയ കൂടാതെ കഴിയില്ല. അതിനുള്ളതാണ് വ്യവായം. അപ്പോൾ വ്യവായത്തിനെ എങ്ങനെ വിവരിക്കണം അല്ലെങ്കിൽ വിശദീകരിക്കണം എന്ന് ചോദിച്ചാൽ, പ്രജകൾ ഉണ്ടാവാൻ വേണ്ടി ഗർഭം ധരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയ. അത് വളരെ സ്നേഹത്തോടും സാമീപ്യത്തോടും രഹസ്യമായി മറ്റാരുമില്ലാത്ത സമയത്ത് നടത്തേണ്ട ഒരു പ്രവൃത്തിയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രജയാ, പ്രജകൾക്ക് വേണ്ടി. ന രത്യ, നേരം പോക്കിന് വേണ്ടിയോ ധാരാളമായോ ഉപയോഗിക്കേണ്ട കാര്യമല്ല. ക്രമീകൃതമായി പലതും ചെയ്യാറുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കണം, ആവശ്യത്തിലേറെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അധികം ഭക്ഷണം കഴിച്ചാൽ, പഴയ കാലത്ത് കൽക്കട്ടയിലിരിക്കുമ്പോൾ ഒരാൾ ഒരു സദ്യക്ക് വിളിച്ചു, നിവൃത്തിയില്ലാണ്ട് പോയിട്ട് ഞാൻ കുറച്ച് പായസമൊക്കെ കഴിഞ്ഞ് നിർത്തിയപ്പോൾ ആ ആൾ ഉടമസ്ഥൻ പിന്നെയും നിർബന്ധിച്ച് എൻ്റെ ഇലയിൽ കൊണ്ട് വിളമ്പി. വിളമ്പിയത് കളയണ്ടെന്ന് എന്തോ എല്ലാവരും പ്രേരിച്ചപ്പോൾ കഴിച്ചു. എനിക്കന്നുണ്ടായ വീർപ്പുമുട്ടുണ്ടല്ലോ എപ്പോഴും ഓർമ്മയുണ്ട്. ഒരു കയ്യിൽ പായസം കൂടുതൽ കൂട്ടി എന്നുള്ളതാണ്. അപ്പോൾ അമിത ഭക്ഷണം തന്നെ ഒരു മനുഷ്യനെ കൊല്ലാൻ വിരോധമില്ല. അപ്പോൾ എല്ലാറ്റിനും മോഡറേഷൻ വളരെ ആവശ്യമാണ്. ശ്രീകൃഷ്ണൻ എപ്പോഴും ഗീതയിൽ പറയുന്നുണ്ട്, യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ. എല്ലാറ്റിലും യുക്തന്മാരായിരിക്കണം, മിതവാദികളാണ്. ആഹാരം, വിഹാരം, സ്വപ്നം, ഉറക്കം, ഉണർന്നിരിക്കൽ, കണ്ടമാനം ഉറക്കൊഴിക്കരുത്, കണ്ടമാനം ഉറങ്ങരുത്, അനാവശ്യമായിട്ട് സ്വപ്നം കാണരുത്. ആഹാരം, വിഹാരം ഇതൊക്കെ മിതമാവണം. അതാണ് ഈ യോഗ സംസ്കാരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വ്യവായം പ്രജകൾക്ക് വേണ്ടിയിട്ടാണ്. ന രത്യ, നേരം പോക്കിന് വേണ്ടി ആവരുത്. അപ്പോൾ സ്വാമിജി ഈ പറയുന്നതിന് അർത്ഥം എന്താ? കല്യാണം കഴിച്ച് ദമ്പതികളായിരിക്കുന്ന ഞങ്ങൾ ഈ രഹസ്യ സാമീപ്യ പ്രവൃത്തി ചെയ്യരുത് എന്നാണോ പറയുന്നത്? അല്ല. ആ ചെയ്യുന്നതിന് ഒരു ക്രമീകരണം വേണം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, ഐ എം നോട്ട് ആസ്കിങ് എനി വൺ ഓഫ് യു ടു ആബ്സ്റ്റെയിൻ ഫ്രം ദ കോൺജുഗൽ റിലേഷൻഷിപ്പ് ഓർ ഇൻ്റലിജൻസ്. ഐ എം ഡെഫിനറ്റ്ലി ആസ്കിങ് യു ടു ബി ആബ്സ്റ്റീമിയസ് അബൌട്ട് ഇറ്റ്. ആബ്സ്റ്റൻഷൻ ആൻഡ് ആബ്സ്റ്റീമിയസ്നെസ്, ഇത് 2 ഇംഗ്ലീഷ് വാക്കുണ്ട്. ഒന്ന് തീരുമാനം വേണ്ടെന്ന് വെച്ച് പിൻവാങ്ങുക, പിന്നെ ഒന്നോ മിതമായി അത് സ്വീകരിക്കുക, കൈക്കൊള്ളുക. അങ്ങനെ ആബ്സ്റ്റീമിയസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഈ കുട്ടികളെപ്പറ്റി പറയുമ്പോൾ കേട്ടോളൂ, നമ്മുടെ ശാസ്ത്രം പറയുന്നത് എന്താണ്? ഒരു കുട്ടി ഉണ്ടാകുന്നത് ധർമ്മസന്താനമാണ്, ധർമ്മപുത്രൻ. രണ്ടാമത്തെ കുട്ടി അർത്ഥപുത്രനാണ്. നിങ്ങളുടെ ആവശ്യത്തിന് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും മതി. രണ്ടാമതൊരു ആൺകുട്ടി ഉണ്ടായാൽ അത് ആവശ്യത്തിനുള്ളതല്ല. നിങ്ങളുടെ 2 പേരുടെ സ്ഥാനം, 2 പേരും പൂലോ. അപ്പോൾ അവരുടെ സ്ഥാനം കൈക്കൊള്ളാനായിട്ട് 2 കുട്ടികൾ ജനിക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് 2 ആൺകുട്ടികളാണെങ്കിൽ അപ്പുറത്ത് 2 പെൺകുട്ടികളുണ്ടാവും. നിങ്ങൾക്ക് 2 പെൺകുട്ടികളാണെങ്കിൽ ഇനി ഒരാൾക്ക് 2 ആൺകുട്ടികളുണ്ടാവും. അതാണോ പെണ്ണോ എന്ന് നിങ്ങൾ ആലോചിക്കരുത്. 2 കുട്ടികൾ. അതിൽ ആദ്യത്തെ കുട്ടി ധർമ്മപുത്രനാണ്, സമാജത്തിൻ്റെ പോലും ആവശ്യമാണ്. ഞാൻ എപ്പോഴും പറയും, പ്രായമൂപ്പായിട്ടുള്ളൊരു പെൺകുട്ടിക്ക് കല്യാണം കഴിയണം എന്നുള്ളത് സമാജത്തിൻ്റെ ഒരാവശ്യമാണ്. ഞങ്ങളുടെ ഇവിടെ ആശ്രമത്തിൽ ജോലി ചെയ്യുന്നവരുടെ കുട്ടികളുടെ കല്യാണത്തിന് ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് സ്വന്തക്കാരും ആളുകളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ഈ കുട്ടി കല്യാണം കഴിയണം എന്നുള്ളത് സമാജത്തിൻ്റെ ഒരാവശ്യമല്ലേ? അങ്ങനെയാണ് സ്വാമിജി ആരാ അത് റെക്കഗ്നൈസ് ചെയ്യുന്നത്? എന്താ സ്വാമിജി പറയുന്നതിൻ്റെ ഉദ്ദേശം? നിങ്ങളുടെ അറിവിലും പരിചയത്തിലും പ്രായമൂപ്പായി ഏതെങ്കിലും ഒരു കുട്ടി കല്യാണം കഴിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ പണത്തിൻ്റെ കുറവ് കൊണ്ട് കല്യാണമില്ല എന്ന് കേട്ടാൽ ഉടനെ നിങ്ങളത് സഹായിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാതെ ഇവിടെ ഇരിക്കരുത്, ബുദ്ധിമുട്ടിൻ്റെ പേരിൽ, പണമില്ലാത്തതിൻ്റെ പേരിൽ.
ബാക്കിയുള്ള ഗൃഹസ്ഥന്മാരെല്ലാവരും കൂടി ആ കുട്ടിക്ക് കല്യാണം കഴിയാനുള്ള വ്യവസ്ഥ നിങ്ങൾ ചെയ്യണം, അതല്ലെങ്കിൽ നിങ്ങൾ ഗൃഹസ്ഥന്മാരല്ല എന്ന് വരെ പറയും ഞാൻ. The marriage of any girl anywhere in the world is a need, responsibility and commitment of the whole society. അത് നല്ല പോലെ മനസ്സിലാക്കണം. ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ കുടുംബവും മാത്രം എന്നുള്ള വിചാരം ശ്രീമദ് ഭാഗവതത്തിൻ്റെ പേരിലെങ്കിലും കളയൂ എന്നേക്കുമായി കുഴിച്ചങ്ങോട്ട് മൂടും. മനസ്സ് വിശാലമാകട്ടെ. നേരം പോക്കിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അർത്ഥപുത്രൻ രണ്ടാമത്തത്. ഇനി മൂന്നാമതൊരു കുട്ടി ഉണ്ടായാലോ അതിനെ കാമപുത്രൻ എന്നാണ് പറയുക. കേട്ടോ നിങ്ങൾ? ധർമ്മപുത്രൻ, അർത്ഥപുത്രൻ, കാമപുത്രൻ. അപ്പോൾ നമ്മുടെ ശാസ്ത്രപ്രകാരം എത്ര കുട്ടികളെയാണ് വിധിച്ചിരിക്കുന്നത്? 2 കുട്ടികളാണ്. എന്നാൽ ഇവിടെ ആചാരങ്ങൾ മുഴുത്ത ഇതുവരെയായി ചിലർ പറഞ്ഞു തുടങ്ങി. സ്ത്രീകൾക്കൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് 10ഉം 12ഉം പെറ്റ് വലിയ അമ്മയായിരിക്കണു എന്ന് പറയുന്ന ആൾക്കാരെ കേട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെയൊക്കെ പറയാനായിട്ട് ശാസ്ത്രം വിധിക്കുന്നുണ്ടോ? ഇല്ല. പ്രജയാ ന രത്യ, പ്രജയ്ക്ക് വേണ്ടി മാത്രമാണ് വ്യവായം, രതിസുഖത്തിനോ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഈ രതിസുഖം തെറ്റാണ് എന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചാൽ അല്ല അല്ല അല്ല. നമ്മുടെ ശാസ്ത്രപ്രകാരം ഗൃഹസ്ഥന്മാർക്ക് ഒരു നിർബന്ധമുണ്ട്, അവർ ചെയ്യണം എന്ന് അനുശാസിക്കുന്ന ഒരു പ്രവൃത്തി. എന്താണത്? ഋതുസ്നാത. ഋതു എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഈ സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിൻ്റെ ഒരു പ്രക്രിയയാണ് എന്ത്? ആർത്തവം. ആർത്തവം എന്ന് പറഞ്ഞാൽ എന്താ? ഗർഭപാത്രത്തിൽ വന്നുകൂടിയിട്ടുള്ള അണ്ഡം അവിടെ ഗർഭം ധരിക്കാതെ ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ അതും ഗർഭപാത്രത്തിലുള്ള മാലിന്യവും എല്ലാം കൂടി പുറത്തേക്ക് പോകാൻ ഒരു 2-3 ദിവസം രക്തത്തോടു കൂടി പോകുന്ന ഒരു ആരോഗ്യപരമായിരിക്കുന്ന പ്രവൃത്തിയാണ്, ഒരു പ്രക്രിയയാണ് ഈ മാസക്കുളി എന്ന് പറയുന്നത്. 3 ദിവസമാണ് നമ്മളിതിന് നിശ്ചയിക്കുന്നത്. 3 ദിവസത്തിൽ കവിഞ്ഞാൽ അതിന് അത്രത്തോളം അശുദ്ധി പറയാറില്ല, അതൊരു തകരാറാണ്. സാധാരണ 3-4 ദിവസം കൊണ്ട് ഗർഭപാത്രം ശുദ്ധമാവണം. ഈ പ്രക്രിയയ്ക്ക് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് എന്താ? ആർത്തവാത് ശുദ്ധ്യതേ നാരീ. ആർത്തവം കൊണ്ട് സ്ത്രീ ശരീരം ശുദ്ധമാക്കപ്പെടുന്നു. വാസ്തവത്തിൽ മാസക്കുളി ശരിക്കുള്ള സ്ത്രീകളുണ്ടല്ലോ, അവർക്ക് ആനയെ എടുക്കാൻ സാധിക്കുന്ന പറയുക. ആനയെ വരെ എടുക്കാം, അത്ര ശക്തി ഉണ്ടാവും. അവരുടെ സർവ്വരോഗങ്ങളും ഈ ആർത്തവം കൊണ്ട് മാറുന്ന പറയുക. അങ്ങനെ ഈ ആർത്തവം പ്രകൃതി തന്നെ തന്നിട്ടുള്ളതായ ഒരു പ്രക്രിയയാണ്. ആ ആർത്തവം കഴിഞ്ഞതിന് ശേഷം കുളിച്ച് ശുദ്ധമാവുക, അതിനാണ് ഋതുസ്നാത എന്ന് പറയുന്നത്. ആ ഋതുസ്നാതയായ സ്ത്രീയുടെ അടുത്ത് ഭർത്താവ് നിശ്ചയമായിട്ടും പോകണം എന്നാണ് നമ്മുടെ ശാസ്ത്രവിധി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരു ഭാഗത്ത് പറയുന്നു വ്യവായം കുട്ടികൾക്ക് വേണ്ടി മാത്രമേ പാടുള്ളൂ, രതിസുഖത്തിന് വേണ്ടി പാടില്ല എന്ന്. മറുഭാഗത്ത് പറയുന്നു ആർത്തവം ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ്, മാസത്തിലൊരിക്കൽ. അത് കഴിഞ്ഞ് കുളിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീ ശരീരത്തിൽ ഗർഭപാത്രവും അതിനോടനുബന്ധിച്ച അവയവങ്ങൾക്കെല്ലാം അതിന് സമാനമോ പ്രതിരൂപങ്ങളോ ആയിരിക്കുന്ന പുരുഷ ശരീരത്തിൻ്റെ അവയവങ്ങളുമായി ഒരു സമ്പർക്കം, ഒരു സ്പർശം വേണം എന്ന് തോന്നുന്നത് സ്വാഭാവികമാണത്രേ. ആ സമയത്ത് ഇന്നത്തെ കാലത്ത് വളരെ ദൂരത്ത് ഭർത്താക്കന്മാർ ജോലിക്ക് ഗൾഫിലും അമേരിക്കയും പോകുന്നുണ്ട്. പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. നാട് വിട്ട് 5, 6, 8, 10 കിലോമീറ്ററൊക്കെ പോവും. അങ്ങനെ പറയുമ്പോൾ അവരോട് പറഞ്ഞിട്ടുള്ളത്, ഋതുസ്നാതയാണ് നിങ്ങളുടെ ഭാര്യ എന്നുണ്ടെങ്കിൽ ആ സമയത്ത് എങ്ങനെയായാലും പുറത്തിരിക്കരുത്, വീട്ടിലേക്ക് വരണം എന്നാ. അത് നമ്മുടെ ഒരു ശിഷ്ടാചാര. അങ്ങനെ ഋതുസ്നാതയായ സ്ത്രീയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് ഗൃഹസ്ഥൻ്റെ ഒരു ധർമ്മമാണ്. അത് ചെയ്തില്ലെങ്കിൽ അത് മഹാപാപമാണ് എന്ന് വരെ പറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഋതുസ്നാതയായ സ്ത്രീയോടുകൂടി സംസർഗം നിർബന്ധപൂർവം ആകാം. അത് എത്ര ദിവസം? അങ്ങനെ തുറന്നു പോകേണ്ട ആവശ്യമില്ലല്ലോ. ഒരു 3, 4, 5 ദിവസം. ആ സമയത്ത് ഗർഭം ധരിക്കില്ല, സേഫ് പീരിയഡാണ്, സുരക്ഷിതമായിട്ടുള്ളത്. അത് കഴിഞ്ഞ് മധ്യത്തിൽ ഒരാഴ്ച കാലമാണ് ഈ ഗർഭപാത്രത്തിനുള്ള സാധ്യത. അത് കഴിഞ്ഞ് ആ ഒരാഴ്ച കഴിഞ്ഞ് അവസാനത്തെ ഒരാഴ്ചയും ഗർഭം ഉണ്ടാവില്ല. ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ ഒരു കോൺട്രസെപ്റ്റീവ്സും ഒന്നുമില്ലാതെ ഗർഭാധാനം നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുവരാം എന്നുള്ളതേ ഉള്ളൂ. ആ നിയന്ത്രണം പ്രകൃതി ഏർപ്പെടുത്തിയിട്ടുള്ള വ്യവസ്ഥയാണ്. അപ്പം മനുഷ്യരാശിക്ക് എത്ര കുട്ടികൾ വേണം, എപ്പോൾ വേണം, ആ കുട്ടികൾ എത്ര നന്നാവണം, ഇതൊക്കെ ആലോചിച്ച് അതിനു വേണ്ടി ഗർഭാധാനത്തിന് തയ്യാറായി സജ്ജമായതിനു ശേഷം ആ ഗർഭാധാന പ്രക്രിയയിൽ ഇടപെടുന്നതാണ് ഉചിതം. ഇന്നും കുംഭകോണം എന്ന് തുടങ്ങി ചില അപൂർവ ഗ്രാമങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലുള്ളവരൊക്കെ ശാസ്ത്രോചിതമായി ഇത് മനസ്സിലാക്കിയിട്ടാണ് അത്രേ ഗർഭാധാനത്തിൽ ഇടപെടാറുള്ളത്. അവിടെയൊക്കെ നല്ല കുട്ടികളും ഉണ്ടാവാറുണ്ട്.
ശ്രീകൃഷ്ണൻ പറയുകയാണ് ഉദ്ധവനോട് സംസാരിക്കുമ്പോൾ ഗൃഹസ്ഥന്മാരുടെ ധർമ്മത്തിനെ പറ്റി. ബ്രഹ്മചര്യം തപശൗചം സന്തോഷോ ഭൂതസൗഹൃദം ഗൃഹസ്ഥസ്യ പൃഥൗ ഗന്തു സർവേഷാം മധുപാസനം. ബ്രഹ്മചര്യം. അപ്പം ഇങ്ങനെ അല്ലാത്ത സമയമൊക്കെ ബ്രഹ്മചര്യമാണ്. അപ്പം ഗൃഹസ്ഥൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന രണ്ട് വ്യവസ്ഥ, വ്യവായ പ്രജയാനരത്യ എന്നും ഋതൗ ഗന്ധു എന്ന് പറയുന്നതും കൂട്ടിച്ചേർത്താൽ എന്തു വന്നു? ഒരു മാസത്തിൽ കുറച്ച് ദിവസമെല്ലാം ദാമ്പത്യ രഹസ്യ സാമീപ്യം, ആ സ്നേഹപ്രവൃത്തി ആകാം എന്നുള്ളത് ശരിയാണ്. പക്ഷേ അമിതമായി അത് കൈക്കൊള്ളുന്നതോ സ്വീകരിക്കുന്നതോ ശരിയല്ല എന്ന് മനസ്സിലായല്ലോ. അങ്ങനെ വരുന്നതിനാണ് ഈ ബ്രഹ്മചര്യം എന്നൊരു വാക്കുകൂടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൃഹസ്ഥന്മാരായിരിക്കുന്ന നിങ്ങളെല്ലാം ശ്രീമദ് ഭാഗവതം വേണ്ടതുപോലെ ഉൾക്കൊണ്ട് അവരവരുടെ ജീവിതത്തെ ധന്യമാക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബ്രഹ്മചര്യം പരിശീലിക്കൂ. ആ ബ്രഹ്മചര്യം എങ്ങനെയാ? ആജീവനാന്തമോ മാസം മുഴുവനും അല്ല, ആബ്സ്റ്റീമിയസ് ആയി ഇരുന്നു കൊണ്ട് അത്യാവശ്യത്തിന് മാത്രം ഇൻ്റലിജൻസ് നടത്തി ബാക്കിയുള്ള സമയത്ത് ക്രമീകൃതമായി ജീവിക്കുക. ആ ബ്രഹ്മചര്യം ഗൃഹസ്ഥന്മാർക്കുള്ളതാ, മുമ്പ് പറഞ്ഞതുപോലെ. പിന്നെ തപസ്. ഈ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെങ്കിൽ ആ അനുഷ്ഠാനത്തിൽ ഉള്ളടങ്ങുന്നതാണ് പ്രധാനപ്പെട്ട ഒരു തപസ്. പിന്നെ ശൗചം. വേണ്ടതുപോലെ വൃത്തിയായി ശരീരവും താൻ അധിവസിക്കുന്ന വീട്, ഗൃഹം, ഉപയോഗിക്കുന്ന സാമഗ്രികൾ എല്ലാറ്റിനെയും വൃത്തിയായി വയ്ക്കുക. സന്തോഷത്തോടു കൂടി ജീവിക്കുക. ഈ സന്തോഷത്തിന് ബ്രഹ്മചര്യം വളരെ അത്യാവശ്യമാണ്. ഭൂതസൗഹൃദം. തൻ്റെ കുടുംബാംഗങ്ങളോടുള്ളതുപോലെയുള്ള സ്നേഹം എല്ലാ ഭൂതങ്ങളോടും വേണം. ഗൃഹസ്ഥസ്യ, ഗൃഹസ്ഥന് ഋതൗ ഗന്തുഹു, കുളി കഴിഞ്ഞാൽ ഭാര്യയെ സമീപിക്കുന്ന സമ്പ്രദായം. സർവേഷാം മധുപാസനം, എല്ലാവർക്കും ഇതിനു വേണ്ടി എന്നെ ഉപാസിക്കുക. ഇതാണ് ഗൃഹസ്ഥന്മാരുടെ ധർമ്മം. ഈ ശാകുന്തളം എന്ന് പറഞ്ഞൊരു കാവ്യമുണ്ടല്ലോ, ആരുടെ? കാളിദാസൻ്റെ. അതിൽ എഴുതിയിട്ടുള്ള ഒരു ശ്ലോകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ഒരു സമ്പത്ത്, ഒരു പൈതൃകം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ആർക്കാണ് ഞങ്ങൾ കൊടുക്കുക? ശിഷ്യന്മാർക്കും ഭക്തന്മാർക്കും ജിജ്ഞാസുക്കൾക്കും. അപ്പം എൻ്റെ തൊട്ടടുത്തില്ലെങ്കിലും ഈ പ്രേക്ഷക വൃന്ദം മുഴുവനും ജിജ്ഞാസുക്കളാണല്ലോ. നിങ്ങളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് എല്ലാവരെയും വലിയ ഇഷ്ടമാണ്, കണ്ണിലുണ്ണിയ. വേറെ സന്താനങ്ങളും ഇല്ല, നിങ്ങളൊക്കെ തന്നെയാണല്ലോ സന്താനങ്ങൾ. അപ്പോൾ ശകുന്തളയെ എടുത്ത് വളർത്തിയത് ആരാ? കണ്വ മഹർഷി. ശകുന്തള എങ്ങനെ ഉണ്ടായതാ? മേനകയ്ക്ക് വിശ്വാമിത്ര മഹർഷിയിലുണ്ടായ കുട്ടിയാണ്. ഒരു നിലയ്ക്ക് വളരെ വിഹിതമായിട്ടുള്ള സന്താനമല്ല. അപ്പം അങ്ങനെ ഒരു സന്താനത്തെ ആര് വളർത്തും? വിശ്വാമിത്രൻ അതിന് തയ്യാറായില്ല. മേനക കാര്യം കഴിഞ്ഞ് അവനവൻ്റെ പാട്ടിൽ പോവുകയും ചെയ്തു. ഈ നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് അവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ അതിന് കുട്ടി എന്തിനു പഴിക്കണം? ആ കുട്ടിയെ അവിടെ വിടുന്ന് കരയാൻ തുടങ്ങി. കണ്വ മഹർഷി എടുത്തു വളർത്തി കൊണ്ടുവന്നു. ഒരു പുത്രിയോട് സാധാരണ അച്ഛന് എത്രത്തോളം വാത്സല്യം ഉണ്ടാവുമോ അതിനെ കവിയുന്ന വാത്സല്യമായിരുന്നു ആർക്ക്? കണ്വ മഹർഷിക്ക്. അങ്ങനെ വളർത്തി കൊണ്ടുവന്നു. ആദ്യകാലത്തൊക്കെ അച്ഛാ എന്ന് പറഞ്ഞ് അടുത്ത് വന്നു. പ്രായമൂപ്പ് വന്നു, അംഗങ്ങളൊക്കെ പുഷ്ടിപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ ശകുന്തളയ്ക്ക് സ്വന്തമായിരിക്കുന്ന ചില പ്രേരണകളും ആവശ്യങ്ങളൊക്കെ തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ മഹർഷി ഇല്ലാത്ത സമയത്താണ് ദുഷ്യന്തൻ നായാട്ടിന് വേണ്ടി കാട്ടിൽ വന്ന് പെട്ടത്. കാട്ടിൽ നായാടി അങ്ങൊക്കെ നോക്കി. അതിൻ്റെ അടുത്താവുമല്ലോ ആശ്രമങ്ങൾ. അപ്പോൾ ആ ആശ്രമങ്ങളിൽ കണ്വ മഹർഷിയുടെ ആശ്രമത്തിൻ്റെ അവിടെ ചെന്നപ്പോഴാണ് അതിസുന്ദരിയായിരിക്കുന്ന ശകുന്തളയെ കണ്ടത്. കണ്ടപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു കോളിളക്കം. അങ്ങനെ ഇവർ തമ്മിൽ കുറച്ചൊരു അടുപ്പം തോന്നുന്നു, സ്നേഹം തോന്നുന്നു എന്നറിഞ്ഞപ്പോൾ ശകുന്തളയുടെ സഖികളെല്ലാം ചെന്ന് ദുഷ്യന്തനടുത്ത് പറഞ്ഞു അത്രേ, അങ്ങ് പരിഭ്രമിക്കൊന്നും വേണ്ട, അങ്ങക്ക് അനുയോജ്യമായിരിക്കുന്ന ഒരു പെൺകുട്ടി തന്നെയാണ്, ക്ഷത്രിയ ബീജമാണ് എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു രഹസ്യ സാമീപ്യവും എന്തോ നടന്നു. അത് കഴിഞ്ഞ് കണ്വ മഹർഷി ഇതൊന്നും അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞ് ഗർഭം ധരിച്ചു. കുറച്ച് ഗർഭത്തിന് മൂപ്പ് വന്നപ്പോഴാണ് എല്ലാവരും കൂടി മഹർഷിയോട് നടന്ന കാര്യം പറഞ്ഞത്. അപ്പം മഹർഷി എന്ത് ചെയ്തു? നന്നായി, എങ്ങനെയായാലും ഞാൻ വല്ലവർക്കും ആലോചിച്ച് കണ്ടെത്തി കൊടുക്കണം എന്ന് വിചാരിച്ചത് ഇപ്പോൾ സ്വന്തമായി തന്നെ നടന്നുല്ലോ എന്ന് വിചാരിച്ച് ആ ശകുന്തളയെ പറഞ്ഞയക്കുക. ആ പറഞ്ഞയക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു സന്ദേശം ദുഷ്യന്തന് കൊടുത്തയക്കുന്നതാണ് രംഗം. അസ്മാൻ സാധു വിചിന്യ സംയമധനാൻ ഉച്ചൈഃ കുലം ച ആത്മനഃ ത്വയ്യസ്യാഃ കഥമപ്യബാന്ധവകൃതാം സ്നേഹപ്രവൃത്തിം ച താം സാമാന്യപ്രതിപത്തിപൂർവകമിയം
സാമാന്യപ്രതിപത്തിപൂർവകമിദം ദാരേഷു ദൃശ്യാത്വയാ ഭാഗ്യായത്തമതഃ പരം ന ഖലു തദ്വാച്യം വധൂബന്ധുഭിഃ. കവികളിൽ വെച്ച് കാളിദാസനാണത്രേ ശ്രേഷ്ഠം. കാവ്യങ്ങളിൽ വെച്ച് നാടകമാണ് ഏറ്റവും വിശേഷം. കാവ്യേഷു നാടകം രമ്യം തത്ര ശാകുന്തളം മഹത് തത്ര ചാപി ചതുർത്ഥോംഗഃ തത്ര ശ്ലോകചതുഷ്ടയം എന്നാണ് ഒരു പ്രമാണവാക്യമുള്ളത്. അപ്പോൾ കാവ്യങ്ങളിൽ വെച്ച് നാടകമാണ് ഏറ്റവും രമ്യം, അതിലും ശാകുന്തളം, അതിലും നാലാമത്തെ അംഗം അതിലും 4 ശ്ലോകം. ആ 4 ശ്ലോകത്തിലൊന്നാണ്. ഇതിലിപ്പോൾ ആർക്കൊക്കെയുള്ള സന്ദേശമുണ്ട്? തപസ്വികൾക്കുള്ള സന്ദേശമുണ്ട്. കാളിദാസനാണല്ലോ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കും പാഴാവില്ല, സത്യസന്ധമാകും, സത്യസുന്ദരമാണ് എന്നൊക്കെയാണ് വെപ്പ്. അപ്പോൾ ആദ്യമായിട്ട് തപസ്വികൾക്കുള്ള ഉപദേശം, അവർക്കുള്ള മാനദണ്ഡമാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഒരു കന്യകയെ കൈ പിടിച്ചു കൊണ്ടുവരുന്ന ആ വരനുണ്ടല്ലോ, രാജകുമാരൻ, ആ രാജകുമാരൻ്റെ മനസ്ഥിതി എന്താകണം എന്ന് പറയുന്നുണ്ട്. പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അങ്ങോട്ട് അയക്കുമ്പോൾ, ഭർതൃഗൃഹത്തിലേക്ക് അയക്കുമ്പോൾ അച്ഛനമ്മമാരുടെ മനസ്ഥിതിയും അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളും എന്തായിരിക്കണം അതും പറയുന്നുണ്ട് ഇവിടെ. എല്ലാ കാര്യത്തിലും വേണ്ടാതെ ഇടപെടുന്നത് ശരിയല്ല. കല്യാണം കഴിച്ച് കുട്ടിയെ പറഞ്ഞയച്ചാൽ ആ കുട്ടിയുടെ ഭാഗ്യം പോലെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു വിടണം. ഇതൊക്കെ കാളിദാസൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവരണം എന്താ? ശകുന്തള പോകുന്നതാണ്. അസ്മാൻ സാധു വിചിന്യ സംയമധനാൻ. അസ്മാൻ, ആദ്യമായിട്ട് ദുഷ്യന്ത ഞങ്ങളെപ്പോലെയുള്ളവരെ കുറിച്ച് ആലോചിക്കണം. ഈ പറഞ്ഞയക്കുന്നത് ആരാ? കണ്വ മഹർഷിയാണ്. അദ്ദേഹം ആരാ? ഒരു തപസ്വിയാ. താമസമോ? കുടീരത്തിൽ അദ്ദേഹത്തിന് എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. പ്രകൃത്യാ വനത്തിൽ വളരുന്ന സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഭക്ഷണവും കാര്യങ്ങളുമൊക്കെ, ഇലകളൊക്കെ മേഞ്ഞിട്ടുള്ള ഒരു കുടീരമാണ് ഉണ്ടാവുക. അപ്പോൾ കുടീരവാസികളിൽ നിന്ന് വലിയ ഒരു ധനമോ അല്ലെങ്കിൽ സ്ത്രീധനമോ സമ്പത്തോ ഒന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ ശകുന്തളയെ വളരെ വാത്സല്യത്തോടു കൂടി വളർത്തിക്കൊണ്ടുവന്നു. സംഭവങ്ങൾ അറിഞ്ഞതിന് ശേഷം അങ്ങയ്ക്ക് ചേരേണ്ടവനാണ് ഇവൾ, അങ്ങയുടെ ശിക്ഷണത്തിലോ പരിരക്ഷണത്തിലോ കഴിയേണ്ടവളാണ് എന്ന് പറഞ്ഞയക്കുന്നു. വാസ്തവത്തിൽ ഇത് എന്നോടിവിടെ നേരിട്ട് വന്ന് ചോദിച്ചു മേടിച്ചു കൊണ്ടുപോവുകയാണ് വേണ്ടത്. അതൊന്നും ഉണ്ടായില്ല. എന്തായാലും ഞങ്ങൾക്ക് സംയമമാണ് ധനം. വേണ്ടാതെ വല്ലതും പറയുക ചെയ്യുക അതൊന്നും ഞങ്ങളുടെ സ്വഭാവമില്ല. ആരെന്ത് ചെയ്താലും അത് സഹിക്കുക. ഞാൻ ദുഷ്യന്തനോട് ചോദിക്കാൻ തയ്യാറില്ല. ആരും കാണാതെ വന്ന് ഞാൻ വളർത്തിയിട്ടുള്ള എൻ്റെ പുത്രിയെ ഇങ്ങനെ കടന്നു പിടിച്ചത് ശരിയായോ എന്നൊന്നും ഞാൻ ചോദിക്കാൻ പോകുന്നില്ല. സംയമമാണ്. നടന്ന കാര്യം നടന്നു, അത് നടത്തിയവർക്കൊക്കെ അറിയാം. അസ്മാൻ സാധു വിചിന്യ സംയമധനാൻ. തപസ്സും തപോനിധികൾക്ക് സഹജമായിട്ടുള്ള അനുഗ്രഹവും അത് മാത്രമേ ഞങ്ങളുടെ കയ്യിൽ സുലഭമായിട്ടുള്ളൂ. അത് നല്ലപോലെ മനസ്സിലാക്കൂ. പിന്നെയോ ഉച്ചൈകുലം ചാത്മനഃ. ദുഷ്യന്ത രാജാവേ, അങ്ങ് വളരെയധികം വലിയ വിശേഷപ്പെട്ട ഖ്യാതിയുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട വംശജനാണ്. തൻ്റെ കുലം വളരെ അത്യുച്ചമാണെന്ന് മനസ്സിലാക്കണം. ആ ഉച്ചമായിരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു സമീപനമാകണം ഞാൻ ഈ അയക്കുന്ന കുട്ടിയോട് അങ്ങയുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അതുമാത്രമല്ല, ഇങ്ങനെ അയക്കാൻ ഒരു സന്ദർഭമുണ്ടായത് എന്താ? ത്വയ് അസ്യാഹ കഥമപ്യബാന്ധവകൃതാം സ്നേഹപ്രവൃത്തിം ചതാം. ഞാനിത് വായിച്ചിട്ട് പലതവണയും ചിരിക്കാറുണ്ട്. ആ കാളിദാസൻ പ്രയോഗിച്ചിട്ടുള്ള വാക്കുകളും നടന്ന സംഭവവും അത് കണ്വ മഹർഷിയുടെ മുഖത്തു കൂടി അങ്ങോട്ട് അവതരിപ്പിക്കുന്നതും എത്ര ആലോചിച്ച് നോക്കിയാലും നമുക്ക് ആലോചനാമൃതം എന്നേ പറയാൻ പറ്റുള്ളൂ. ത്വയ്യസ്യാഹ, അങ്ങയ്ക്ക് ഈ പെൺകുട്ടിയിൽ കഥമപ്യബാന്ധവകൃതാം. ബന്ധുജനങ്ങൾ ആരും ഇടപെടാതെ, സാധാരണ ഒരു വിവാഹം എങ്ങനെയാണ് നടക്കുക? ബന്ധുക്കളൊക്കെ പോയി കുട്ടിയെ കാണും, അങ്ങോട്ടും ഇങ്ങോട്ടും കാണും, ജാതകമുണ്ടെങ്കിൽ ജാതകം കൊടുക്കും, മേടിക്കും, പൊരുത്തമുണ്ടോ എന്ന് നോക്കും. അവസാനം പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി തൃപ്തിപ്പെട്ടതിന് ശേഷം ആൺകുട്ടിക്കും പെൺകുട്ടിക്കും കൂടി സമ്മതമായി എന്നുണ്ടെങ്കിൽ ഒരു നല്ല മുഹൂർത്തം നോക്കി കല്യാണം കഴിച്ചൊക്കെ കൊടുത്തയക്കുക എന്നുള്ളത് ആ സമ്പ്രദായം. ഇതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഞാനുണ്ടായിരുന്നില്ല, ബന്ധുക്കൾ ആരും അവിടെ ഇല്ല. കഥമപ്യബാന്ധവകൃതാം. നിങ്ങൾക്ക് ഈ വാക്കുകൾ മനസ്സിലാവുന്നുണ്ടോ? ബാന്ധവകൃതമല്ല, അബാന്ധവകൃതാം. ബന്ധുക്കളാരും ഇടപെടാതെ കഥമപി, എങ്ങനെയോ എന്നുള്ളത് എനിക്ക് എങ്ങനെ അറിയാം? ദുഷ്യന്ത, അങ്ങയ്ക്കല്ലേ അറിയുള്ളൂ. എന്താണ് അങ്ങയ്ക്ക് ഉണ്ടായത്? എൻ്റെ ശകുന്തളയെ നോക്കിയപ്പോൾ ശകുന്തളയ്ക്ക് എന്തുണ്ടായി? ഇതൊന്നും ഞാൻ അറിയില്ല.
ഞങ്ങളൊന്നും പങ്കെടുക്കാത്തതാണ്. എന്നിട്ട് എന്തുണ്ടായി? എന്തോ ഒരു സ്നേഹപ്രവൃത്തിം ചതാം, നിങ്ങൾ തമ്മിലുണ്ടായ സ്നേഹപ്രവൃത്തി എത്ര ഭംഗിയായിട്ടിരിക്കുന്നു. അതേമാതിരി ദമ്പതികൾക്ക് മധ്യത്തിലും നടക്കുന്ന രഹസ്യ സ്നേഹപ്രവൃത്തി ഉണ്ടല്ലോ, അത് വളരെ വിശേഷപ്പെട്ടതാണെന്ന് വിചാരിച്ച് അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടും അത് അർഹിക്കുന്ന ദിവ്യത്വത്തോടും നിയന്ത്രണങ്ങളോടും കൂടി വേണം കൈക്കൊള്ളാൻ. എന്തായാലും സ്നേഹപ്രവൃത്തിം ചതാം, നടന്ന സ്നേഹപ്രവൃത്തിയെയും ഓർമ്മ വെച്ചുകൊണ്ട് സാമാന്യ പ്രതിപത്തി പൂർവകമിയം ദാരേഷു ദൃശ്യാ ത്വയാ. ഒരു രാജാവാണെങ്കിൽ ഒന്നിലധികം രാജ്ഞിമാരുണ്ടാവും. അത് ക്ഷത്രിയന്മാർക്ക് വിധിച്ചിട്ടുള്ളതാണ്. ഞാൻ മുമ്പും പറഞ്ഞു കാണും, ക്ഷത്രിയന്മാർ പുരുഷന്മാരുടെ സംഖ്യ കുറവും സ്ത്രീകളുടെ സംഖ്യ കൂടുതലുമാണ്. അതുകൊണ്ട് എന്നും അവർക്ക് ഒന്നിലധികം ഭാര്യമാർ സമാജത്തിൻ്റെ ഒരാവശ്യമാണ്, അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സപത്നികളായിട്ട് അവിടെ പലരും ഉണ്ടാവും. അവരുടെ ഇടയിൽ എൻ്റെ ഈ പെൺകുട്ടിക്ക് വിശേഷ പരിഗണന കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ബാക്കിയുള്ളവർക്കെല്ലാം കൊടുക്കുന്നത് പോലെ അവരുടെ മധ്യത്തിൽ ഈ ശകുന്തളയ്ക്കും അങ്ങ് എൻ്റെ ഒരു പത്നിയാണ് എന്ന് പറഞ്ഞ് സാമാന്യമായിട്ടുള്ള ഒരു കോമൺ സ്നേഹം അവൾക്കും കൊടുക്കണം. ഇനി ഈ കുട്ടി അവിടെ വന്നതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ യോജിച്ചു എന്ന് വന്നാൽ, യോജിച്ചതിന് ശേഷം എന്തൊക്കെ ഉണ്ടാവുമോ ആ കാര്യത്തിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാനേ പോകുന്നില്ല. ഭാഗ്യായത്തമതഃ പരം, നിങ്ങൾ തമ്മിലാണ് സ്നേഹപ്രവൃത്തി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്നേഹം ഇപ്പോഴും ഉണ്ടാവും. ഇനി കൂടെ ചേരുമ്പോഴോ കൂടുതൽ സാമീപ്യവും സ്നേഹവുമായിട്ട് അത് വളരും. അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ വരുന്നുവോ അത് ഭാഗ്യം പോലെ ഇരിക്കട്ടെ. ന ഖലു തദ്വാച്യം വധൂബന്ധുഭിഹി, വധുവിൻ്റെ ബന്ധുക്കൾക്ക് ആ കാര്യത്തിലൊന്നും പറയാനില്ല. പെൺകുട്ടിയെ നല്ലൊരു വരനെ നോക്കി കല്യാണം കഴിച്ച് കൊടുക്കുക, ഏൽപ്പിക്കുക എന്നത് വരെ മാത്രമേ മാതാപിതാക്കൾക്ക് ചുമതലയുള്ളൂ. അത് കഴിഞ്ഞാൽ ഒന്നുമില്ല. പ്രേക്ഷകരെ, നിങ്ങളിത് കേട്ടിട്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിന് ചില മാനദണ്ഡങ്ങൾ ഈ നിർദ്ദേശങ്ങളിൽ നിന്ന് വളർത്തിയെടുക്കുമോ? നിങ്ങളുടെ കുട്ടികൾക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അർത്ഥം വേണം, അത് വേണം. ഞാൻ ഈ ശ്ലോകം ഒരിക്കൽ കൂടി ചെല്ലാം. ശാകുന്തളത്തിലുള്ളതാണ്, 4-ാമത്തെ അംഗത്തിൽ 17-ാം ശ്ലോകമാണിത്. അസ്മാൻ സാധു വിചിന്യ സംയമധനാൻ ഉച്ചൈഃ കുലം ചാത്മനഃ ത്വയ്യസ്യാഃ കഥമപ്യബാന്ധവകൃതാം സ്നേഹപ്രവൃത്തിം ചതാം സാമാന്യപ്രതിപത്തിപൂർവകമിയം ദാരേഷു ദൃശ്യാ ത്വയാ ഭാഗ്യായത്തമതഃ പരം ന ഖലു തദ് വാച്യം വധൂബന്ധുഭിഃ. സ്വാമിജി, ഇത് സാധ്യമാണോ? ദമ്പതികൾക്ക് സാധ്യമാണ്. എങ്ങനെ സാധ്യമാണ്? ഇപ്പം ഞാൻ ആ ദമ്പതികളുടെ കാര്യമാണ് പറയുന്നത്. അതിൽ പ്രസംഗവശാൽ ഇതൊന്ന് പറഞ്ഞു എന്ന് മാത്രം, സ്നേഹപ്രവൃത്തി എന്നുള്ളത് ഓർമ്മ വന്ന് പറഞ്ഞതാണ്. ഈ ശ്രീമദ് ഭാഗവതം ഈ വക കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. ശ്രീമദ് ഭാഗവതം ഒരാളോടും പറയുന്നില്ല നിങ്ങൾക്ക് രുചിക്ക് അനുസരിച്ച് ഭക്ഷണം കഴിക്കേണ്ട എന്ന് പറയുന്നില്ല. കണ്ണിന് കാണാനും കാതിന് കേൾക്കാനും വായ്ക്ക് രുചിക്കാനും മൂക്കിന് വാസനിക്കാനും ത്വക്കിന് സ്പർശിക്കാനുമാണല്ലോ ഈ ലോകം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതിലെന്തൊക്കെ വേണോ അതൊക്കെ മിതമായി എടുത്തോളൂ. ഇതെന്ത് മിതമായി എടുത്താലും അനുഭവവും സുഖവും ഉണ്ടാകുന്നത് ഉള്ളിലാണ്. ആ ഉൾസുഖമാണ് നിങ്ങൾക്ക് പ്രമാണമാകേണ്ടത്. ഉൾസുഖം ഉണ്ടാവണമെങ്കിൽ ആ നിയന്ത്രിത ജീവിതം കൊണ്ടുണ്ടാവില്ല. എത്ര പണക്കാരനും കൂടുതൽ പണം വേണം എന്നുള്ളൊരു ആർത്തി വന്നാൽ ആ ഉള്ള പണം സന്തോഷിപ്പിക്കില്ല. പിച്ചക്കാരൻ ഒരു പക്ഷേ 100 ഉറുപ്പിക കൊണ്ട് സന്തോഷിക്കും, പണക്കാരൻ 10 ലക്ഷം കൊണ്ട് സന്തോഷിക്കില്ല. അപ്പം മനസ്സാണ് സന്തോഷം നൽകുന്നതും നൽകാതെ ഇരിക്കുന്നതും. ആ ഉൾസുഖം വേണം എന്നുണ്ടെങ്കിൽ നിയന്ത്രിതമായ ജീവിതം വേണം. അപ്പം നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു അലങ്കാരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏത് രാജ്യമാണ് സുരക്ഷിതം? വെൻ ദേ ഹാവ് എ സ്ട്രോങ് ഡിഫൻസ് ഫോഴ്സസ് വിച്ച് ഈസ് സബ്ജക്റ്റ് ടു എ ഗ്രേറ്റ് ഡിഗ്രി ഓഫ് ഡിസിപ്ലിൻ ആൻഡ് ഓർഡർലിനെസ്. നമ്മുടെ രാജ്യം സുരക്ഷിതമാകണമെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിരിക്കുന്ന ഒരു ആർമി വേണം. അതുമാതിരി നിങ്ങളുടെ കുടുംബം നന്നാവണമെങ്കിൽ ഡിസിപ്ലിനോട് കൂടിയ ഒരു അച്ഛൻ, സമയാനുബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ഗൃഹനായിക, അച്ഛനമ്മമാരെ അനുസരിക്കുന്ന അച്ചടക്ക നിർഭരരായിരിക്കുന്ന കുട്ടികൾ, ഇതുണ്ടെങ്കിലേ ഒരു കുടുംബം ശക്തമാവുള്ളൂ. അപ്പോൾ അക്രമമായിട്ടുള്ള ചില താല്പര്യങ്ങൾ വരുമ്പോൾ എന്തു വേണം? ആ വിഷയങ്ങളെക്കുറിച്ച് പരിഗണിച്ച് മനസ്സിലും ബുദ്ധിയിലും പരിഗണിച്ച് വിലയിരുത്തി അതിനോടുള്ളൊരു സമീപനം മനസ്സിൽ രൂപപ്പെടുത്തുക. പ്രഹ്ലാദൻ പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകം പറയാം. ഇത് 7-ാം സ്കന്ധത്തിൽ
നരഹരിയെ സ്തുതിക്കുമ്പോൾ പറഞ്ഞതാണ്. യൻ മൈഥുനാദിഗൃഹമേധി സുഖം ഹി തുച്ഛം കണ്ടൂയനേന കരയോരിവയത്ര ദുഃഖം തൃപ്യന്തി നേഹകൃപണാഃ ബഹുദുഃഖഭാജഃ കണ്ടൂതിവൻ മനസിജം വിഷഹേതധീരാ. പലരും വിചാരിക്കും ഇതൊക്കെ സന്യാസിമാർക്കും തപസ്വികൾക്കും വായിക്കാനുള്ളതാണ്. എന്നാൽ ഈ ശ്രീമദ് ഭാഗവതം ഞങ്ങളാണോ കൂടുതൽ കേൾക്കുന്നത്, അതോ കല്യാണം കഴിച്ച് കുടുംബവും കുട്ടികളുമായിരിക്കുന്ന നിങ്ങളോ? ചോദ്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഈ ശ്രീമദ് ഭാഗവതം ആരെ കേൾപ്പിക്കുന്നതാ? കേൾപ്പിക്കുന്നത് തപസ്വിയാണ്, കേൾക്കുന്നതോ മഹാരാജാവാണ്. ഇവിടെയും ഇപ്പോൾ ഭൂമാനന്ദ സ്വാമി പറയുന്നു, കേൾക്കുന്നതോ ഒക്കെ പരീക്ഷിതുകളാണ് കേൾക്കുന്നത്. ഞാനീ പറയുന്നത് കേൾക്കാൻ ഒരു സന്യാസി ഉണ്ടോ എന്നുള്ള കാര്യം, സന്യാസിയുടെ കയ്യിൽ ഈ ടി വി ഒക്കെ ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. നിങ്ങൾക്കൊക്കെ ടി വി ഫസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ടി വി ഉണ്ടാവും, ഏഷ്യാനെറ്റും ഉണ്ടാവും. അപ്പോൾ എന്നും നിങ്ങൾക്ക് കേൾക്കാം. സന്യാസിമാർ എത്ര ആൾ കേൾക്കും? ആ ഗൃഹസ്ഥന്മാർക്ക് ശരിയായ ഒരു വിലയിരുത്തൽ വേണം ജീവിതത്തിനെ പറ്റി, താൻ ഉപയോഗിക്കുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച്. അതിൽ മൈഥുന്യം ഇവിടെ പറഞ്ഞില്ലേ, മൈഥുന്യപരേഷു ഗൃഹേഷു, അങ്ങനെ ആക്കരുതെന്ന്. ഗൃഹം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠം പോലെ ഇരിക്കേണ്ട ഒരു സ്ഥലമാണ്. അത് മൈഥുനത്തിന് മാത്രമുള്ള ഒരു വിഹാരരംഗമാണെന്ന് വന്നാൽ അങ്ങേയറ്റത്തെ ദുഷിപ്പായി. നിങ്ങളുടെ വീട്ടിൽ ആര് കടന്നു വന്നാലും, ഇപ്പോൾ ഭഗവാൻ ഈശ്വരൻ അങ്ങോട്ട് വന്നാൽ, ഓ ഇത് ഏറ്റവും നല്ല സ്ഥലമാണല്ലോ, പവിത്രമായ ഒരിടം എന്ന് തോന്നണം. ആശ്രമങ്ങൾക്ക് മാത്രമല്ല പവിത്രത, ബ്രഹ്മചര്യ ആശ്രമം അതിനും പറയും ആശ്രമം എന്ന്. ഗൃഹസ്ഥ ആശ്രമം അതിലും ഉണ്ട് ഈ ആശ്രമവാക്ക്. വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം. നിങ്ങളെല്ലാവരും കൂടി എന്ത് ചെയ്തിരിക്കണമെന്നറിയോ? സന്യാസാശ്രമം മാത്രം ആശ്രമം, ഗൃഹസ്ഥം എന്ന് പറഞ്ഞാൽ അത് വീട്. ആശ്രമ ശബ്ദം കണ്ട് എടുത്തു കളഞ്ഞു. ഇത് കളഞ്ഞതാരാ? നിങ്ങളോ ഞങ്ങളോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ പറയുന്നത്? ഗൃഹസ്ഥന്മാരിയ്ക്കുന്ന സ്ഥലവും ഒരു ആശ്രമം പോലെ പവിത്രമാവണം, ആക്കണം. അതാണ് ഗൃഹസ്ഥൻ്റെ മഹത്വം. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ മാതിരിയുള്ള തത്വവിചാരങ്ങളും തത്വശ്രവണങ്ങളും വേണം. ഇത് നിങ്ങളൊക്കെ ഒരു പക്ഷേ ഭാഗവതം വായിച്ച് മനസ്സിലാക്കിയെന്ന് വരില്ല. അതുകൊണ്ടാണല്ലോ ഞാനിതിന് പുറപ്പെട്ടത്. ഉദ്ധവഗീത പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് പുറപ്പെട്ടതിനുള്ള കാരണം, ഈ ഉദ്ധവഗീത വേണ്ടതുപോലെ എടുത്ത് വായിച്ച് മനസ്സിലാക്കി മനനം ചെയ്ത് അതിൽ നിന്നുള്ള മൂല്യങ്ങളും നിർദ്ദേശങ്ങളും സിദ്ധാന്തങ്ങളും അനുഷ്ഠാനങ്ങളും ക്രമീകരണങ്ങളും നിങ്ങൾ സ്വയം കൈവരിക്കില്ല ഒരു പക്ഷേ. അപ്പോൾ ഞാൻ പലർക്കും വേണ്ടി പ്രതിദിനം കുറച്ചു കാലം ഇത് പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് വിചാരിച്ച് പുറപ്പെട്ടതാണ്. അങ്ങനെ ആകുമ്പോൾ ബുദ്ധിമുട്ടില്ലല്ലോ. ഒരു സ്ഥലത്തും പോകണ്ട, ചാരി ഇരുന്ന് അങ്ങനെ കണ്ണടച്ച് കേൾക്കാം, അല്ലെങ്കിൽ കണ്ണ് തുറന്നു. അതിനു വേണ്ടി പുറപ്പെട്ടതാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബത്തിൽ പലരും നിങ്ങൾക്ക് പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും, അച്ഛനമ്മമാരടക്കം. എന്നാൽ ഈ സംപ്രേഷണ പരമ്പരയുണ്ടല്ലോ, ഈ സംപ്രേഷണ മഹാജ്ഞാനസത്രം, ഇതുവഴി നിങ്ങളെ കേൾപ്പിക്കുന്ന ഈ വിശേഷപ്പെട്ട ഈ അമൃതുണ്ടല്ലോ, ഇത് വാസ്തവത്തിലൊരു അമൃത് വർഷമാണ്. അമൃത് വർഷമാണ്. ഈ അമൃത് വർഷം ഒരാളും നിങ്ങളെ കേൾപ്പിക്കില്ല. ഭർത്താവോ ഭാര്യയോ അച്ഛനോ അമ്മയോ അധ്യാപകനോ സുഹൃത്തോ ഒന്നും കേൾപ്പിക്കില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങളെപ്പോഴും ശീർഷകത്തിൽ കൊടുത്തിരിക്കുക മഹാവിഷ്ണുവിനുള്ള അനുത്തമ സേവനം. ഇതിലധികം ഒരു സേവനം മഹാവിഷ്ണുവിന് ഈശ്വരനില്ല. എന്താ ഈ സേവനം? ഭഗവാന്റെ തന്നെ വാക്കുകൾ, ഈശ്വരൻ്റെ തന്നെ മൊഴികൾ ഈശ്വര ഭക്തന്മാരെയും ജിജ്ഞാസുക്കളെയും ഹൃദയംഗമമായി പറഞ്ഞ് കേൾപ്പിക്കുക. അപ്പോൾ ഭഗവത് വാക്യങ്ങൾ, അമൃത് വർഷിക്കുന്ന വാക്യങ്ങൾ ഭഗവത് ഭക്തന്മാരെയും തത്വജിജ്ഞാസുക്കളെയും പറഞ്ഞ് കേൾപ്പിക്കുന്നതിലേറെ ഒരു പുണ്യകർമ്മം മനുഷ്യരാശിക്ക് ഒരു കാലത്തും ചിന്തിക്കാനോ വിഭാവനം ചെയ്യാനോ പറ്റില്ല. അങ്ങനെ വിചാരിച്ച ഈ അനുത്തമ സേവനത്തിന് പുറപ്പെട്ടത്. ഇതിലാദ്യമായി നിങ്ങളെല്ലാം പങ്കെടുക്കണം. എങ്ങനെ? ഇത് കേട്ടിട്ട് പങ്കെടുക്കണം. ഇനി ഇത് മറ്റുള്ളവരെ കേൾപ്പിക്കാനുള്ള എന്തെല്ലാം സഹായം ചെയ്യാൻ പറ്റുമോ അതും നിങ്ങൾ ചെയ്യണം. അതാണ് നിങ്ങളുടെ ചുമതല. ഇത് മുടങ്ങാതെ നടത്തുക, അതിന് പരിശ്രമിക്കുക. അതാണ് എന്നെപ്പോലെയുള്ളവരുടെ ഒരു ചുമതല എന്ന് ഞാൻ പറയുന്നില്ല, ഞങ്ങളുടെ ഒരു രോഗസംഗ്രഹ സേവനമാണത്. അപ്പോൾ പ്രഹ്ലാദൻ പറയുകയാണ്, മനസ്സും ബുദ്ധിയും എടുത്ത് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ തെറ്റായിട്ടുള്ള പ്രവണതകൾ മുഴുവൻ ക്രമീകരിച്ചു കൊണ്ടുവരാം. അത് ഒരു ദിവസം കൊണ്ടല്ല, പതുക്കെ മതി, നിങ്ങളുടെ സമയം എടുത്തോളൂ. ഇപ്പോൾ പ്രഹ്ലാദൻ നൽകുന്ന നരഹരി സ്തുതിയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ശ്ലോകം ഗൃഹസ്ഥന്മാരെ സംബന്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. യൻ മൈഥുനാദി ഗൃഹമേധി സുഖം ഹി തുച്ഛം. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ സ്നേഹമായിട്ട് കേൾക്കുമോ?
ഞാൻ വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. വളരെ സ്നേഹത്തോട്, സ്നേഹമല്ല വാത്സല്യത്തോടു കൂടി പറയുന്നു. നിങ്ങൾക്ക് വാത്സല്യമില്ലെങ്കിലും സ്നേഹത്തോടു കൂടിയെങ്കിലും കേൾക്കണം. സത്യം ഇതാണല്ലോ. എൻ മൈഥുനാദിഗൃഹമേധി സുഖം ഹി തുച്ഛം. ഈ ഗൃഹമേധികൾക്കുള്ള സുഖം പലതരത്തിലാണ്. അവരുടെ ഇഷ്ടപ്രകാരം ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാം, ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം, ഇഷ്ടമുള്ള സ്നേഹിതന്മാരെ വെച്ചുകൊണ്ടിരിക്കാം, അവരെ വിളിക്കാം, അങ്ങോട്ടും പോകാം, വാഹന സൗകര്യങ്ങൾ, എയർ കണ്ടീഷൻ, ഇതൊക്കെ ആവാം. പക്ഷേ അവർ ധരിച്ചിരിക്കുന്നത് എന്താ? ഏറ്റവും വിശേഷപ്പെട്ട ഒരു സുഖമാണ് മൈഥുനാദിഗൃഹമേധി സുഖം ഹി തുച്ഛം. മൈഥുനം തുടങ്ങി ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും. മൈഥുനം ജനനേന്ദ്രിയത്തിന് മാത്രമാണ്. നാവിന് വേറെ ഒന്നാണ്, മൂക്കിന് വേറെ ഒന്നാണ്, കണ്ണിന് വേറെ ഒന്നാണ്. ഇങ്ങനെ മൈഥുനം തൊട്ട എന്തെല്ലാം ഗൃഹമേധികൾക്ക് സുഖമായിട്ടുണ്ടോ അത് മുഴുവനും തുച്ഛമാണ് എന്ന്. ഇത് എത്ര തവണ ഞാൻ പറയണം? തുച്ഛം, ട്രൈഫ്ലിംഗ് എന്നാണ് അർത്ഥം. നചികേതസ് യമനെ നോക്കി പറയാണ്, അങ്ങ് തരാൻ ഉദ്ദേശിക്കുന്ന നൃത്തവും പാട്ടും സുന്ദരികളും ആട്ടവും ഒക്കെ എനിക്ക് വേണ്ടേ? എന്താ കാര്യം? സർവേന്ദ്രിയാണാം ജരയന്തി തേജ. ഇന്ദ്രിയങ്ങളുടെ എല്ലാറ്റിൻ്റെയും തേജസ് ജരിപ്പിക്കുന്നതാണ് ഈ സുഖം. കൂടുതൽ അനുഭവിച്ചാൽ കൂടുതൽ ജരാനര പിടിപെടും. അപ്പോൾ എനിക്ക് വേണ്ട, അങ്ങയുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായി ഇരുന്നു കൊള്ളട്ടെ എന്ന് ചെറിയ ഒരു കുട്ടി നചികേതസ് ആരെ നോക്കി പറഞ്ഞു? യമധർമ്മരാജാവിനെ നോക്കി പറഞ്ഞു. യമധർമ്മരാജൻ പ്രതീക്ഷിക്കാത്ത ഒരു വിലയിരുത്തലാത്. ചെറിയൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് നിനക്ക് 100 വയസ്സ് ആയുസ് തരാം, കണ്ണെത്താത്ത സ്ഥലം എത്ര എത്തിയോ അത് മുഴുവനും നിൻ്റേതാക്കാം, 100 കൊല്ലം ഏകഛത്രാധിപതിയായി വാഴൂ. ആ സമയത്ത് പാടാനും ആടാനുമുള്ള സുന്ദരികളെ നല്ല നല്ല മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസോടുകൂടി വീണ, തമ്പൂര, വയലിൻ, മൃദംഗം ഒക്കെ കൂടി തരാം, സാരംഗി, ഇതൊക്കെ തരാമെന്ന് പറഞ്ഞു. എനിക്കൊന്നും വേണ്ടാന്നാണ് പറയണത് കുട്ടി. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? എൻ മൈഥുനാദിഗൃഹമേധി സുഖം ഹി തുച്ഛം. അതൊരു തുച്ഛമാണ്. എന്താ അങ്ങനെ തുച്ഛമാവണത്? കണ്ടൂയനേന കരയോരിവ ദുഃഖം. ശരീരത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലം ചൊറിഞ്ഞു എന്ന് വിചാരിക്കാം. ചൊറിയുമ്പോൾ നാം ഇങ്ങനെ ചൊറിയുമ്പോൾ ഒരു സുഖം തോന്നും. ഓരോരിക്കലും ചൊറിയുമ്പോഴും അവിടെ എന്താ സംഭവിക്കുക? അത് കൂടി 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 പുണ്ണാവും. ചൊറിയാതെ ഇരുന്നാലേ അത് ഉണങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ കണ്ടൂയനേന കരയോരിവ, ഒരു കൈ കൊണ്ട് വേറെ ഒരു കയ്യെ ചൊറിയുന്നത് പോലെയാണ് ദുഃഖം. ഇത് ദുഃഖമാണ് വാസ്തവത്തിൽ. തൃപ്യന്തിനേഹ കൃപണാഹ ബഹുദുഃഖഭാജഃ. ഇതിങ്ങനെയാണെങ്കിലും കൃപണാഹ, ഗൃഹസ്ഥന്മാരെ പറയുന്നത് കൃപണന്മാർന്ന. ഇത് ശരിക്കുള്ള അർത്ഥം എന്താ? പിശുക്കന്മാരെന്ന്. പിശുക്കന്മാരെന്നുള്ള വാക്കിന് എന്താ അർത്ഥം? നല്ല ദൃഷ്ടിയോടുകൂടി പൂർണ്ണമായൊരു മൂല്യാങ്കണം, ഒരു വിലയിരുത്തലിന് അവർ പുറപ്പെടുന്നില്ല. അല്പബുദ്ധിയോടുകൂടി അല്പകാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അല്പകാലികമായിരിക്കുന്ന സുഖത്തിന് അതിനുവേണ്ടി അല്പന്മാരായി പരിശ്രമിക്കുക. എന്തുണ്ടാവണു? ബഹുദുഃഖഭാജഃ, പല വിധത്തിലുള്ള ദുഃഖത്തിന് പാത്രമായി തീരണു. ഒരു തൃപ്തി അവർക്ക് വരുന്നില്ല. എത്ര കാലം അനുഭവിച്ചാലും മതി എന്നൊരു തോന്നൽ വരുന്നില്ല. അല്ലെങ്കിൽ കല്യാണം കഴിച്ചു, സുഖമായിട്ടിരുന്നു, ഹണിമൂണൊക്കെ കഴിഞ്ഞു, കുറച്ചു കാലം കഴിഞ്ഞു, ഗർഭം ധരിച്ചാൽ ഇത്ര നാളും നാം വെറും ദമ്പതികളായിരുന്നു. ഇപ്പോൾ ഭാര്യ ഗർഭം ധരിച്ചതോടുകൂടി ഇനി ആ പിതൃബുദ്ധി, പിതൃമനസ്ഥിതി, പിതൃവാത്സല്യമാണ് വരേണ്ടത്. അപ്പോൾ വെറും ഭർത്താവ് ഭാര്യ എന്നുള്ള നില വിട്ട് ആ 2 വ്യക്തിത്വത്തിലും എന്തുണ്ടാവണം? അച്ഛൻ അമ്മ എന്നുള്ളൊരു പുതിയ ചിന്ത പൊട്ടിമുറപ്പെടണം. ഗർഭപാത്രത്തിൽ കുട്ടി വളരുമ്പോൾ ഹൃദയത്തിൽ മാറിടത്തിലോ അമ്മ വളർന്നു വരണം, അച്ഛൻ വളർന്നു വരണം. അങ്ങനെ അച്ഛനും അമ്മയും ആ പിതൃത്വം വളരുമ്പോൾ ബാക്കിയുള്ളത് തന്നെ ഉപശമിച്ചോളും. എന്നാൽ സാധാരണ എന്താ കാണുന്നത്? കൃപണന്മാരായി ഇതിലൊരു തൃപ്തി അവർക്ക് വരുന്നില്ല. വരണം എന്നുണ്ടെങ്കിൽ എന്തു വേണം? കുറച്ച് സഹനശക്തി വേണം. കണ്ടൂതിവൻ മനസിജം വിഷഹേദധീര. ബുദ്ധിയുള്ളവനാണെങ്കിൽ ആ ബുദ്ധി ഉപയോഗിച്ച് ചൊറിയുന്ന പുണ്ണിനെ ചൊറിഞ്ഞ് വർദ്ധിപ്പിക്കാതെ അതിനെ ഉണങ്ങാൻ അനുവദിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ കാമവികാരത്തിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ പുറപ്പെടണം. അതിനെപ്പറ്റി കൃഷ്ണൻ പറയുകയാണ്. വെറും ജനനേന്ദ്രിയ വിഷയം മാത്രമല്ല പറയുന്നത്. നാവ് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ, മൂക്കുകൊണ്ട് മണക്കാൻ, കണ്ണുകൊണ്ട് കാണാൻ എന്തെല്ലാം ഉണ്ടോ ഒക്കെ സുഖഭോഗം തന്നെയാണ്. ഇതിനെ വളർത്തി ശരിക്ക് കൊണ്ടുവരുന്നത് എന്താ, എങ്ങനെയാ എന്ന് ചോദിച്ചാൽ, ജുഷമാണാംശ്ച താൻ കാമാൻ ദുഃഖോദർക്കാംശ്ച ഗർഹയൻ പ്രോക്തേന ഭക്തിയോഗേന ഭജതോ മാ അസകൃന്മുനേ കാമാഹൃദയ്യാ നശ്യന്തി സർവേ മയി ഹൃദിസ്ഥിതേ.
വളരെ വിശേഷപ്പെട്ടതാണ്. നമുക്ക് പല സാധനങ്ങളും കഴിക്കണം എന്ന് തോന്നും, പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? കഴിച്ചോളൂ. പക്ഷേ എങ്ങനെ കഴിക്കണം? വാസ്തവത്തിൽ ഇത് കഴിക്കുന്നത് അധികമാണ്, ഇത്ര പാടില്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ദുഃഖോദർക്കാംശ ഗർഹയൻ, അത് ദുഃഖജനകമാണ്. അതുകൊണ്ട് മനസ്സുകൊണ്ട് അതിനെ വിലയിരുത്തി വേണ്ട കഴിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ട് കുറേശ്ശെ കഴിച്ചോളൂ. അപ്പോൾ ഈ കുറേശ്ശെ കഴിക്കുന്നത് ശരീരത്തിൻ്റെ ലെവലിലാണ്, മനസ്സിൽ വിലയിരുത്തുന്നതോ മനസ്സിലുമാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പ്രോക്താന ഭക്തിയോഗേന ഭജതോ മാ അസകൃന്മുനേ, എപ്പോഴും ഈശ്വരനെ ഓർമ്മ വെച്ചുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്നത് അമിതമാണ്, ഇത് ശരിയല്ല, ഇത് നിർത്തണം, ഇത് കുറയ്ക്കണം, ഇത് ക്രമീകരിക്കണം, ഇത് ഉപശമിപ്പിക്കണം, ഇത് ശാന്തമാകണം എന്ന് വിചാരിച്ച് ജുഷമാണാം ച താൻ കാമാൻ, ആ കാമവസ്തുക്കൾ അനുഭവിച്ചോളൂ. അങ്ങനെ വന്നാലോ കാമാ ഹൃദയാനശ്യന്തി സർവേ മയി ഹൃദിസ്ഥിതേ, എന്നെയാണല്ലോ ഹൃദയത്തിൽ നിർത്തുന്നത്. എന്നെ ഹൃദയത്തിൽ നിർത്തുന്നത് കൊണ്ട് അവിടുന്ന് പൊട്ടിമുളയ്ക്കുന്ന കാമങ്ങളും ആഗ്രഹങ്ങളും കുറേശ്ശെയായി അവിടെ തന്നെ ശമിച്ച് ഇല്ലാതെയാവുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താ? നിങ്ങൾക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യമുണ്ട് ഗൃഹസ്ഥന്മാർക്ക്. ആ സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നതിൽ തെറ്റില്ല. അത് അക്രമമോ അനീതിപരമോ ആകരുത്. അവനവൻ്റെ ശരീരം, അവനവൻ്റെ മനസ്സ്, അതുമാതിരി പങ്കാളിയുടെ ശരീരം, മനസ്സ്, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ക്രമീകൃതമായി പ്രകൃതി തന്നെ അനുവദിച്ചിട്ടുള്ള മാതിരി അത് കുറേശ്ശെ നിയന്ത്രണത്തോടുകൂടി ബ്രഹ്മചര്യ പരിശീലനത്തോടുകൂടി നാം ഇത് സ്വീകരിക്കുക. അതാണതിന് വഴി. അക്രമമായിട്ടുള്ള ദാമ്പത്യ ലീലകളോ വിനോദങ്ങളോ വിക്രിയകളോ അതൊന്നും വേണ്ട. ക്രമീകൃതമായിട്ട് സന്തോഷമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം, ഒരു തെറ്റുമില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഗൃഹസ്ഥന്മാരാണ് എപ്പോഴും ജനസംഖ്യയിൽ അധികം. അപ്പോൾ അവർക്ക് പറ്റുന്ന ഒരു ശാസ്ത്രമേ നമുക്ക് വിധിക്കാൻ വിലപ്പുവാൻ പോകുന്നുള്ളൂ. ഇതാണ് വാസ്തവത്തിൽ. ഇത് അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ്. ഇമം വിശുദ്ധം ന വിദുസ്വധർമ്മം, വിശുദ്ധമായിരിക്കുന്ന സ്വധർമ്മം ഇതാണെന്നുള്ളത് ഗൃഹസ്ഥന്മാർ അറിയുന്നില്ല. അപ്പോൾ ഗൃഹസ്ഥന്മാർക്ക് പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എന്നോടൊരു ചോദ്യം ഇതിൻ്റെ ഇടയിൽ ചോദിക്കുകയായിരുന്നു, എന്ത്, ഈ സന്താനമില്ലാത്ത ഗൃഹസ്ഥന്മാർ എന്തു വേണമെന്ന്. എൻ്റെ അടുത്ത് അങ്ങനെ ചിലർ വരാറുണ്ട്. എനിക്ക് പറയാനുള്ളത് ഞാൻ തുറന്നു പറയാം. എന്താ അത്? ലോകത്തിൽ ഈ സന്താനം മനുഷ്യർക്ക് മാത്രമല്ല, പ്രാണിവർഗങ്ങൾക്ക് എല്ലാറ്റിനുമുണ്ട്. മനുഷ്യരെ പോലെ വേഷം ധരിക്കണില്ലെങ്കിലും വേഷമില്ലാത്ത ദാമ്പത്യമൊക്കെ അവർക്കുണ്ട്. അവർക്കത് വിഹിതമാണ്. അതിലെല്ലാവരും ഉറുമ്പ്, കൃമി, കീടം, പക്ഷി എല്ലാം തന്നെ ഗർഭം ധരിച്ച് ഒന്നിലോ മുട്ടയിടും, അല്ലെങ്കിൽ കുഞ്ഞിനെ പെറ്റുണ്ടാകും. അങ്ങനെ പലതരത്തിലാണ്. അപ്പോൾ കുട്ടി ഉണ്ടാവുക, ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ സംവിധാനവും പ്രകൃതിയുടെ വ്യവസ്ഥയാണ്. അതിൽ നമ്മളാരും ഇടപെടേണ്ട ആവശ്യമില്ല. ഇനി മനുഷ്യർ കല്യാണം കഴിച്ചു, എന്തെങ്കിലും കാരണത്താൽ ഉണ്ടായില്ലെങ്കിൽ എന്തു വേണം? എന്തോ എൻ്റെ ശരീരത്തിനോ കൂട്ടാളിയുടെ ശരീരത്തിനോ തകരാറ് കൊണ്ടായിരിക്കാം. വേണമെങ്കിൽ പരിശോധിച്ചോളൂ, കണ്ടുപിടിച്ചോളൂ, നികത്താൻ പറ്റുമെങ്കിൽ നികത്തിക്കോളൂ, നികത്തിയില്ലെങ്കിലോ അതങ്ങനെ തന്നെ സ്വീകരിക്കുകയാണ് ശരി. സന്താനം ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കാലത്ത് ഇതൊക്കെ വിട്ട് സന്യസിക്കണം, 4ാമത്തെ ആശ്രമത്തിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇല്ലാത്തപ്പോൾ സൗകര്യമായല്ലോ എന്ന് വിചാരിച്ച് സ്വീകരിക്കുക. കല്യാണം കഴിക്കുമ്പോൾ എന്തായിരുന്നു വിചാരം? അതേ, ഹീ ഈസ് മെൻറ്റ് ഫോർ മീ ആൻഡ് ഷീ ഈസ് മെൻറ്റ് ഫോർ മീ എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്നേഹ കല്യാണത്തിൻ്റെ പ്രപ്പോസലും കൊണ്ട് അച്ഛനമ്മമാരോട് മക്കൾ വരിക. അപ്പോൾ ഇഫ് ഹീ ഈസ് മെൻറ്റ് ഫോർ മീ, ഐ ഡോണ്ട് ഹാവ് ടു ഹാവ് എനിബഡി അതർ ദാൻ ഹിം. എനിക്ക് എൻ്റെ ഭർത്താവ് വലിയ ഇഷ്ടമാണെങ്കിൽ ഭർത്താവിന് വിട്ടൊരു പുത്രൻ എന്തിനാ പിന്നെ? അതുമാതിരി ഭാര്യയെ ഇഷ്ടമാണെങ്കിൽ ഭാര്യയെ വിട്ടൊരു പുത്രൻ വേണോ? നിങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സന്തോഷിച്ച് ജീവിച്ചോളൂ, അത് മതി. അത് പറ്റില്ല എന്ന് വന്നാലോ? ഈശ്വരനെ നോക്കി ഈശ്വരനെ മനസ്സിൽ നിർത്തിയാൽ എല്ലാവിധത്തിലുള്ള സന്തോഷവും സൗഭാഗ്യവും നിങ്ങൾക്കുണ്ടാവും. അത് പറ്റില്ല എന്ന് വന്നാൽ എന്തു വേണം എന്നാണ് ഒരു ചോദ്യം. അതിന് മറുപടി എന്താണെന്നറിയോ? അഡോപ്റ്റ് ചെയ്യാൻ വിരോധമില്ല, ദത്തെടുക്കാം. ദത്തെടുക്കാനുള്ള ഒരു വേണ്ടതുപോലെ ഒരു കുട്ടിയെ കിട്ടാനാണ് വിഷമം, എന്നാലും കിട്ടും. അതിനുള്ള വഴി കൂടി പോയി എവിടെയാണ് ദത്തെടുക്കാനുള്ള കുട്ടികളുള്ളത്, അതിൽ ഏറ്റവും പറ്റിയ കുട്ടി സംസ്കാരമോ ആ ഹിസ്റ്ററിയോ ഒക്കെ നോക്കി നമുക്ക് കിട്ടാവുന്നൊരു കുട്ടിയെ ദത്തെടുത്ത് നോക്കുന്നതിൽ ഒരു വിരോധമില്ല. അല്ല, വാസ്തവത്തിൽ ദത്ത് കൊടുക്കേണ്ടതും ദത്തെടുക്കേണ്ടതും എവിടുന്നാ? അവനവൻ്റെ തന്നെ കുടുംബങ്ങളിൽ നിന്ന്. ഇപ്പോൾ സഹോദരങ്ങളുടെ കുട്ടികളെ ദത്തെടുക്കാം, ആ സഹോദരന്മാരത് കൊടുക്കാൻ സന്തോഷമായിട്ടിരിക്കണം. ഇപ്പോൾ ഒരാൾക്ക് കുട്ടിയില്ല, സഹോദരിക്ക് 2 കുട്ടികളുണ്ടെന്ന് വയ്ക്കാം.
ആ സഹോദരി തീരുമാനിക്കാം, ഞാൻ മൂന്നാമതൊരു ഗർഭം ധരിക്കാൻ പോകുന്നു, അത് നിനക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഗർഭം ധരിക്കാം. ഒരു വിരോധമില്ല, വളരെ നല്ലതാണ്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നറിയോ? ദേവകിക്കുണ്ടായ കുട്ടിയെ യശോദയാണ് വളർത്തിയത്. അപ്പോൾ യശോദ വളർത്തിയപ്പോൾ എന്തുണ്ടായി? 2 പേർക്കും സന്തോഷമായി കൃഷ്ണനെ ചൊല്ലി. അതുമാതിരി നമ്മൾ പെറ്റുണ്ടാക്കിയ ഒരു കുട്ടിയെ വേറൊരാൾക്ക് ദത്ത് കൊടുത്താൽ സന്തോഷം ഇരട്ടയാണ്. സ്വതവേ ആ കുട്ടി എൻ്റെ കുട്ടിയാണ്, ഞാനാണ് അമ്മ എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിക്കും. അതേസമയത്ത് ആ കുട്ടിയെ ദത്ത് കൊടുക്കുമ്പോൾ വേറൊരാൾക്ക് അമ്മസ്ഥാനം ഞാൻ പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് ഇരട്ട സുഖമാണ് എനിക്കുണ്ടാവുക. അങ്ങനെ ദത്ത് കൊടുക്കാനുള്ളൊരു മനസ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. നിങ്ങൾക്ക് ദത്ത് കൊടുക്കാനുള്ളൊരു മനസ്ഥിതി ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പൂർണ്ണമായ ഗൃഹസ്ഥന്മാരാണെന്ന് ഒരിക്കലും പറയില്ല. നമ്മുടെ രാജ്യത്തിൽ ധാരാളം സന്താനങ്ങൾ ദത്ത് കൊടുത്തുകൊണ്ടിരുന്നല്ലോ. പുത്രനില്ലെങ്കിൽ ദത്തെടുക്കും. ആരുടെയാ ദത്തെടുക്കുക? ജ്യേഷ്ഠൻ്റെയോ അനിയൻ്റെയോ സഹോദരിയുടെയോ ഏതെങ്കിലും ഒരു പുത്രനെ ദത്തെടുക്കും. അപ്പോൾ പിന്നെ നല്ല വംശവും നല്ല കുലവും നല്ല ഗോത്രവും ഒക്കെ ആയില്ലേ? ഒരു വിരോധവുമില്ല. അങ്ങനെ ചെയ്യാം, അതാണ് വേണ്ടത്. ഗൃഹസ്ഥന്മാരുടെ വിശുദ്ധമായ ധർമ്മം എന്താണെന്നുള്ളതിനെപ്പറ്റി നവയോഗികൾക്ക് മധ്യത്തിൽ വളരെ ഗൗരവമേറിയ സംവാദം നടക്കുകയുണ്ടായി. അതിൻ്റെ പ്രധാന ഭാഗങ്ങളും ആധുനികന്മാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവത്തക്ക വിധത്തിൽ ഭൂമാനന്ദ സ്വാമിജിയും ഒന്ന് നന്നായി ചർച്ച ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഒരു ഭാഗം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഈ സന്താനം അനിയന്ത്രിതമായോ അമിതമായോ ഉണ്ടാകേണ്ട ആവശ്യമില്ല. സന്താനോത്പാദനം എപ്പോഴും ദമ്പതിമാരുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനും ആവശ്യത്തിനും അനുസരിച്ച് നടത്താം എന്നുള്ളത് പ്രകൃതിയുടെ തന്നെ സംവിധാനമാണ്. ദമ്പതികൾ എന്ന് പറഞ്ഞാൽ 2 പേരുണ്ടല്ലോ. അപ്പോൾ 2 പേരും 2 തരത്തിലുള്ള പ്രകൃതക്കാരാണ്. പുരുഷ ശരീരവും സ്ത്രീ ശരീരവും ഒരു നിലയ്ക്ക് ഒന്നാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആന്തരഘടനയിൽ അംഗോപാംഗങ്ങളിലും ആ അംഗങ്ങളും ഉപാംഗങ്ങളും രചിക്കുന്നതായ പ്രേരണകളിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നിയന്ത്രണത്തിന് പറ്റിയതായ ചില വ്യവസ്ഥകൾ ഇപ്പോൾ സ്ത്രീ ശരീരത്തിൽ ഉണ്ടായാൽ മതി, അത് പുരുഷനും ബാധകമായിരിക്കും. എന്താ? സംയുക്തമായി നടത്തുന്ന പ്രക്രിയകളാണല്ലോ ഈ ദാമ്പത്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിന് 1-2 ഉദാഹരണം നമ്മുടെ തന്നെ ചരിത്രം പരിശോധിച്ചാൽ കാണാം. ഒന്ന്, ശന്തനുവിൻ്റെ പുത്രൻ ഗംഗാദത്തൻ അച്ഛൻ ഒരു മുക്കുവ സ്ത്രീയിൽ അനുരക്തനാണെന്ന് അറിഞ്ഞപ്പോൾ മനസ്സിന് വലിയ വിഷമായി. ശന്തനു വിശ്രമമില്ലാതെ ഉറങ്ങാതെ കിടന്നു കഴിയുക. അപ്പോൾ അച്ഛൻ എന്താ ഇത്ര മനോവിഷമം എന്ന് അന്വേഷിച്ചു മകൻ. അപ്പോൾ മനസ്സിലായി ഒരു മുക്കുവ സ്ത്രീ ഒരു കന്യകയിൽ അനുരക്തനാണ്. അവിടെ ചെന്നപ്പോൾ കല്യാണത്തിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ അവർ പെട്ടെന്നൊന്നും കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറില്ല. അപ്പം മകൻ അച്ഛൻ്റെ വിഷമത്തിന് കാര്യം എന്താ എന്ന് അറിയാൻ വേണ്ടി നേരിട്ട് കന്യകയുടെ അച്ഛൻ്റെ അടുത്ത് ചെന്നു. എൻ്റെ അച്ഛന് ഭവാന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിനിപ്പോൾ എന്താണ് തടസ്സം എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കാം, പക്ഷേ ഞങ്ങൾ മുക്കുവന്മാരാണല്ലോ. ഈ മുക്കുവ പെൺകുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടായി എന്ന് വയ്ക്കുക. അപ്പം നിങ്ങളെല്ലാവരും പ്രബലന്മാരാണ്, രാജാക്കന്മാരാണ്. അപ്പോൾ നിങ്ങളോട് കടപിടച്ച് നിൽക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. അപ്പോൾ എൻ്റെ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് തരുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അവൾക്കൊരു ആൺകുട്ടി ഉണ്ടായി എന്നുണ്ടെങ്കിൽ ആ ആൺകുട്ടിക്ക് രാജപട്ടം കൊടുക്കണം. കല്യാണമാവാം, ഉണ്ടാവുന്ന കുട്ടിക്ക് രാജകുമാരപട്ടം ഇല്ല എന്ന് പറഞ്ഞാൽ ആ കല്യാണത്തിലൊരു പൊരുത്തക്കേടില്ലേ? ആലോചിച്ച് പറയൂ. അതിനിപ്പോൾ എന്താ? ഞാനാണല്ലോ അവകാശി. എൻ്റെ അവകാശം ഞാൻ വിനിയോഗിക്കാൻ പോണില്ല, ആ അവകാശം ഉന്നയിക്കാനും പോണില്ല. അങ്ങയുടെ മകൾക്കുണ്ടാവുന്ന രാജകുമാരൻ തന്നെ രാജാവായിക്കോട്ടെ, സമ്മതിച്ചു. ഇത് അങ്ങ് പറയുന്നു. അങ്ങയ്ക്കൊരു കുട്ടി ഉണ്ടായാലോ? ഉടനെ അങ്ങടും ഇങ്ങടും നോക്കാതെ ആ ഗംഗാദത്തൻ ശന്തനുവിൻ്റെ പുത്രൻ പറഞ്ഞു അത്രേ, ഞാൻ ആജീവനാന്തം കല്യാണം കഴിക്കാൻ പോകുന്നില്ല എന്ന്. ഒറ്റ വാക്കാ. അതൊരു ശപഥം പോലെ എടുത്തപ്പോൾ, ഒരു പ്രതിജ്ഞ പോലെ ചെയ്തപ്പോൾ ആകാശത്തിൽ നിന്ന് ബലേ ഭേഷ് എന്ന് പറഞ്ഞ് ഭീഷ്മമായി ഈ പ്രതിജ്ഞ എന്ന് പറഞ്ഞത് കൊണ്ടാണത്രേ അദ്ദേഹത്തിന് ഭീഷ്മൻ എന്ന് പേര് വന്നത്.